നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോഴ വിവാദം. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് നടന്ന കോൺഗ്രസ് മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി. സമരക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അന്വേഷണം അട്ടിമറിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. കുന്നംകുളം ചൊവ്വന്നൂരിൽ ഗെയിൽ പാചകവാതക വിതരണ കേന്ദ്രത്തിൽ നിന്ന് വാതക ചോർച്ചയെന്ന ആശങ്ക. പ്രതിഷേധവുമായി നാട്ടുകാർ. പ്രശ്നപരിഹാരത്തിനായി കുന്നംകുളത്ത് അടിയന്തര യോഗം ചേർന്നു. ചൊവ്വന്നൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDFനെ പരാജയപ്പെടുത്താൻ UDF നടത്തിയ അവിശുദ്ധ രാഷ്ട്രീയ സഖ്യത്തിനെതിരെ ജനാധിപത്യ മതേതര വിശ്വാസികൾ അണിനിരത്തി പ്രതിഷേധിക്കുമെന്ന CPM. നാളെ ചൊവ്വന്നൂരിൽ രാഷ്ട്രീയ പ്രചരണ ജാഥ. കുന്നംകുളം നഗരസഭയിലും കാട്ടക്കാമ്പാൽ ചൂണ്ടൽ പഞ്ചായത്തുകളിലും UDF അവിശുദ്ധ സഖ്യം ഉണ്ടാക്കിയെന്നും CPM. വാർത്തകൾ വിശദമായി. വോട്ട് വിവാദം. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് നടന്ന കോൺഗ്രസ് മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി. സമരക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ലക്ഷങ്ങൾ കൊടുത്ത ജനാധിപത്യത്തെ അട്ടിമറിച്ച് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കൈവശപ്പെടുത്തിയ KV നഫീസ രാജിവെക്കുക, CPMന്റെ കുതിരക്കച്ചവടത്തിനെതിരെ പ്രതിഷേധിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് ജനകീയ മാർച്ച് നടത്തിയത്. വടക്കാഞ്ചേരി, വള്ളത്തോൾ നഗർ, കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് വെച്ച് ബാരിക്കേഡുകൾ വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PG ജയദീപ് അധ്യക്ഷത വഹിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF 7, LDF 7 എന്നിങ്ങനെയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്തിലെ കക്ഷിനില. UDFിലെ ലീഗ് സ്വതന്ത്രൻ ജാഫർ മാസ്റ്റർ LDFന് വോട്ട് ചെയ്തതോടെയാണ് പ്രസിഡന്റ് സ്ഥാനം LDFന് ലഭിച്ചത്. ഇത് വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു. സംഭവത്തെ തുടർന്ന് ജാഫർ മാഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്വം രാജിവെച്ചിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തിൽ വോട്ട് കച്ചവടം നടന്നതായി ആരോപിച്ച് പ്രതിഷേധം ശക്തമാക്കുകയാണ് കോൺഗ്രസ്. അതേസമയം താൻ ആരുമായും ഒരു ധാരണയും ഉണ്ടാക്കിയിട്ടില്ലെന്നും LDFന് വോട്ട് ചെയ്തത് അബദ്ധം സംഭവിച്ചതാണെന്നും വ്യക്തമാക്കി ജാഫർ മാഷും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. നേതൃത്വത്തിൽ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം. ഒരു SIT കൊണ്ട് അന്വേഷണം നടത്തണം. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കൂടെ വരണം. എന്തുകൊണ്ട് ഇത്രയും ലക്ഷം രൂപ കൊടുത്ത് ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ വരെയില്ലാത്ത ബ്ലോക്ക് പഞ്ചായത്ത് പിടിച്ചെടുക്കാൻ, അധികാരം കൈയാളാൻ കട്ടെടുത്ത കാശും കൊണ്ട് നടക്കുന്ന ഇവിടുത്തെ പിണറായി വിജയന്റെ പണിയാളുകളെ അവസാനം. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കൂറുമാറി വോട്ട് ചെയ്യാൻ CPM 50 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തുവെന്ന് താൻ തമാശയായി പറഞ്ഞതാണെന്ന മുസ്ലിം ലീഗ് സ്വതന്ത്രൻ EU ജാഫർ മാസ്റ്ററുടെ വാദം തള്ളി കോൺഗ്രസ് വരവൂർ മണ്ഡലം പ്രസിഡന്റ് AM മുസ്തഫ. കൂറുമാറി CPMന് വോട്ട് ചെയ്തതോടെ തന്നോട് ഫോണിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണെന്ന് മനസ്സിലായെന്നും ജാഫർ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാതിരുന്നത് പിന്നീട് മെമ്പർ സ്ഥാനം രാജിവെച്ചതും കോഴ വാങ്ങിയതിന് തെളിവാണെന്നും മുസ്തഫ പറഞ്ഞു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDFും UDFും 7 സീറ്റുകൾ വീതം നേടി തുല്യതയിലെത്തിയിരുന്നു. തുടർന്ന് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF സ്വതന്ത്രനായി വിജയിച്ച EU ജാഫർ മാസ്റ്റർ കൂറുമാറി LDFന് വോട്ട് ചെയ്തു. ഇതിനെ തുടർന്ന് CPMലെ KV നഫീസ രണ്ടാം തവണയും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും EU ജാഫർ മാസ്റ്റർ പങ്കെടുത്തില്ല. വൈസ് പ്രസിഡന്റ് സ്ഥാനവും LDFന് ലഭിച്ചു.
കോൺഗ്രസിൽ നിന്നും പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ താൻ അബദ്ധത്തിൽ വോട്ടുമാറി ചെയ്തതാണെന്ന് പറഞ്ഞു ബ്ലോക്ക് മെമ്പർ സ്ഥാനം രാജിവെച്ചു. ഇതിനുശേഷമാണ് ജാഫർ എ മുസ്തഫയോട് നടത്തിയ ഫോൺ സംഭാഷണം പുറത്തുവന്നത്. തനിക്ക് LDF-നോടൊപ്പം നിന്നാൽ പ്രസിഡന്റ് സ്ഥാനം നൽകാമെന്നും അതുമല്ലെങ്കിൽ LDF-ന് വോട്ട് ചെയ്താൽ 50 ലക്ഷം രൂപ നൽകാമെന്നും CPIM നേതാക്കൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും ഈ പണം വാങ്ങി താൻ ലൈഫ് സെറ്റിൽ ചെയ്യാൻ പോവുകയാണെന്നും ജാഫർ ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞിരുന്നു. ഇത് വിവാദമാവുകയും കോൺഗ്രസ് നേതൃത്വം വിജിലൻസിൽ പരാതി നൽകുകയും ചെയ്ത സാഹചര്യത്തിലാണ് താൻ തമാശയ്ക്ക് പറഞ്ഞതാണെന്ന വാദവുമായി EU ജാഫർ രംഗത്ത് വന്നത്. ജാഫർ എന്നോട് സംസാരിച്ചത് ഒരു തമാശയാണ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവ പറഞ്ഞ കാര്യമാണ് അവിടെ പോയിട്ട് ചെയ്യുന്നത്. ഒരു മാറ്റവും ഇല്ലാതെ നേരെ വരുന്നു, പറഞ്ഞ പോലെ വോട്ട് ചെയ്യുന്നു, പോണു. പിന്നെ 2 കാര്യം പറഞ്ഞത് 50 ലക്ഷം അതല്ലെങ്കിൽ ബ്ലോക്ക് പ്രസിഡന്റ്. അപ്പോൾ ബ്ലോക്ക് പ്രസിഡന്റ് വേറെ ആളാണ്, MP സാറുള്ള ബ്ലോക്ക് പ്രസിഡന്റ് ആയിരിക്കുന്നത്. അപ്പോൾ പിന്നെ അപ്പുറത്തെ ഓപ്ഷൻ എന്താ? 50 ലക്ഷം. അത് എങ്ങനെ കിട്ടിയിരിക്കണു എന്താ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അത് വരും ദിവസങ്ങളിൽ അറിയും. എന്നാൽ ജാഫർ കളവ് പറഞ്ഞ ജനങ്ങളെ വീണ്ടും വിഡ്ഢികളാക്കാൻ ശ്രമിക്കുകയാണെന്നും ജാഫർ CPIM-ന്റെ കുതന്ത്രത്തിൽ പെട്ടുപോയതാണെന്നും AA മുസ്തഫ പറഞ്ഞു. ധാർമ്മികതയുണ്ടെങ്കിൽ കോഴ നൽകി വാങ്ങിയ പ്രസിഡന്റ് സ്ഥാനം CPIM രാജിവെക്കണമെന്നും UDF നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകുമെന്നും AA മുസ്തഫ അറിയിച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ ഒരു മാഷാണ്, ഏതെങ്കിലും സ്കൂളിൽ ഫണ്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവാം. പല രീതിയിലും എന്നോട് പറഞ്ഞ കാര്യം 50 ലക്ഷം ഓഫർ എന്നാണ്. അത് ഏത് രീതിയിലും കൊടുക്കാലോ. അത്യാവശ്യം ഫണ്ടിലെ ടീമുകളാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ യാതൊരു സംശയവും വേണ്ട, അവന് കൃത്യമായത് കിട്ടാതെ അവത് ചെയ്യില്ല. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, തലേ ദിവസം ഞങ്ങളോടൊക്കെ തെറ്റിയിട്ട് ഞങ്ങൾക്ക് അവൻ ഇന്നത് വേണം. അപ്പം അതുപോലെ തന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ അവൻ ഉൾപ്പെടുത്തി, അവന് വേണം. വൈസ് പ്രസിഡന്റ് ഷംല, പ്രസിഡന്റ് ഷാനവാസ് എല്ലാം ഫിക്സ് ചെയ്ത കമ്മിറ്റിയിൽ വളരെ സന്തോഷമായിട്ട് പോയതാണ്. വടക്കാഞ്ചേരി കോഴ വിവാദം അന്വേഷണം അട്ടിമറിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ്. കോഴ വിവാദത്തിൽ വിശദമായി അന്വേഷണം നടത്തണം. ആരാണ് ഇതിന് പിന്നിലെന്നും CPM-ന്റെ MP-മാർക്കും MLA-മാർക്കും സംഭവത്തിൽ പങ്കുണ്ടോ എന്നും കണ്ടെത്തണം. CPM ഏരിയ കമ്മിറ്റി അംഗം ബാബുവിന്റെ ശബ്ദരേഖ ജാഫർ നിഷേധിച്ച കാര്യം നിയമത്തിന്റെ പരിധിയിൽ തെളിയിക്കാനാകും. മുസ്തഫയെ കുറ്റപ്പെടുത്തുന്ന LDF-കാർ ബാബുവും ജാഫറും തമ്മിലുള്ള സംഭാഷണത്തെക്കുറിച്ച് മിണ്ടുന്നില്ല. വടക്കാഞ്ചേരിയിലെ കോഴ വിവാദം സംബന്ധിച്ച് CPM ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നും ജോസഫ് ടാജറ്റ് ആവശ്യപ്പെട്ടു. വല്ലച്ചിറയിലും വടക്കാഞ്ചേരിയിലും മറ്റത്തൂരും LDF ചെയ്തത് ജനം കണ്ടുകഴിഞ്ഞു. BJP വോട്ട് അസാധുവായതിനെ തുടർന്ന് ഭരണം പിടിച്ച വല്ലച്ചിറയെക്കുറിച്ച് CPM ജില്ലാ സെക്രട്ടറി മിണ്ടുന്നില്ല. വല്ലച്ചിറയിൽ രാജിവെക്കാൻ CPM തയ്യാറാകുന്നില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി ആദ്യം പ്രതികരിച്ചതിൽ അസ്വാഭാവികതയുണ്ടെന്നും ടാജറ്റ് പറഞ്ഞു. പാർട്ടിയുമായി കൂട്ടുകൂടിയ എല്ലാ സ്ഥാനമാനങ്ങളും രാജിവെക്കേണ്ടതാണെന്ന് KPCC-യുടെ സർക്കുലറാണ് ഞാനത് പറഞ്ഞത്, ഞാനത് പ്രവർത്തിച്ചു. ഇത് തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു മനസ്സിലായോ? വോട്ട് ചെയ്തത് ആരാണ്? പിന്താങ്ങിയതും കോൺഗ്രസ്സാണ് അല്ലേ? അപ്പോൾ അവിടെ തെറ്റുപറ്റിയത് ആർക്കാ? അംഗങ്ങൾക്കാണ്. അത് റെക്ടിഫൈ ചെയ്യണം, ജനങ്ങളോട് വിളിച്ചു പറയണം, ഞങ്ങൾക്ക് തെറ്റുപറ്റി, പാർട്ടിയോട് ഏറ്റുപറയണം. എന്നാലല്ലേ, അതല്ലേ ഒരു പാർട്ടി സംവിധാനം. അല്ല, പാർട്ടി തീരുമാനം എന്തായാലും അംഗീകരിക്കുന്നവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് സ്വാഭാവികമല്ലേ. പാർട്ടിയിൽ നിങ്ങൾ ഇവിടെ ഉള്ള ഹാളിൽ വന്നാൽ അവിടെ ഒരു ക്യാപ്ഷൻ കാണാം, കൂടണയാം കോൺഗ്രസിലേക്ക്. തെറ്റുതിരുത്തി വരുന്ന ആരെയും പാർട്ടി സ്വീകരിക്കും. പാർട്ടിയുടെ നയങ്ങളിൽ നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറായ ആരെയും പാർട്ടി സ്വീകരിക്കും. അതാണ് പാർട്ടി ലൈൻ. അതുകൊണ്ടാണ് കൂടണയാം. മറ്റു വാർത്തകൾ. കുന്നംകുളം ചൊവ്വന്നൂരിൽ ഗെയ് പാചക വാതക വിതരണ കേന്ദ്രത്തിൽ നിന്നും വാതക ചോർച്ചയെന്ന സംശയത്തിൽ ജനം തടിച്ചുകൂടി. ഇന്നലെ രാത്രിയിലാണ് സംഭവം. മേഖലയിൽ രൂക്ഷഗന്ധം പരന്നതിനെ തുടർന്ന് ആശങ്ക ഉയർന്നിരുന്നു. ശ്വാസതടസ്സവും ശാരീരിക അസ്വസ്ഥതയും നേരിട്ടതിനെ തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഫയർഫോഴ്സ് അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിന് ചേർന്ന് ചൊവ്വന്നൂർ ഗുഹയ്ക്ക് സമീപമാണ് വാതക വിതരണ കേന്ദ്രം. ഇവിടെ നിന്നും വാതകത്തിന്റെ രൂക്ഷമായ ഗന്ധം പരന്നതിനാൽ പരിഭ്രാന്തരായ നാട്ടുകാർ വെള്ളിയാഴ്ച രാത്രി 8:30-യോടെയാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കെമിക്കലിന്റെ അളവ് കൂടിയതാണ് മണം കൂടുതലുണ്ടാകാൻ കാരണമെന്നാണ് കമ്പനി ജീവനക്കാരുടെ വിശദീകരണമെങ്കിലും നാട്ടുകാരുടെ ആശങ്കകൾ പരിഹരിക്കാൻ കമ്പനിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ സ്ഥലത്തില്ലായിരുന്നു. ഈ കെമിക്കൽ കോമ്പൗണ്ടിന്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി സാച്ചുറേഷൻ ഇഷ്യൂ ഉണ്ടാവും. ഇപ്പം മഞ്ഞാണ് കാലാവസ്ഥ, മേലേക്ക് പോകുന്ന ഗ്യാസ് മേലേക്ക് പോകുന്നില്ല, താഴെ നിൽക്കുകയാണ്. ഡൽഹിയിൽ എങ്ങനെയാണ്
സ്മോഗാണ് ഉണ്ടാകുന്നത്. അത് കൂട്ട് തന്നെ ഈ ഗ്യാസ് മേലേക്ക് പോകുന്നില്ല. ഇവർ പറയുന്നു ഈ സാധനം ഇതിൻ്റെ ഒരു ഓർഡർ മാത്രമാണ്, സ്മെല്ല് മാത്രമാണ്. എന്ത് തന്നെയാണെങ്കിലും ഇത് നല്ലതല്ല. ഇത്തിരി നേരം ആകുമ്പോൾ എനിക്ക് ത്രോട്ട് ഡ്രൈ ആയി തുടങ്ങി. സ്ഥിരമുള്ള ആൾക്കാർക്ക് അത് കുറേശ്ശെ അതിനെ അഡോപ്റ്റ് ചെയ്യും. പയ്യെ ഇതിൻ്റെ ഉള്ളിലുള്ള ലങ്സ് അങ്ങോട്ട് പോയി കിട്ടും. ഹാർട്ട് പേഷ്യൻസിന് എന്തായാലും ഏറ്റവും കുറഞ്ഞത് 3 മാസത്തിൻ്റെ 6 മാസത്തിൻ്റെ ഇടയ്ക്ക് ബുദ്ധിമുട്ട് കാണിച്ചു തുടങ്ങും. സിവിയർ ആയിട്ടുള്ള സാധനം 11 മണിക്ക് ശേഷം. പരിസരത്തെ ജനങ്ങളുടെ ആശങ്ക അടിയന്തരമായിട്ട് പരിഹരിക്കും വേണം. ഇത് മുനിസിപ്പൽ ഏരിയയിൽ ആണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിലെ നിവാസികൾക്കാണ് കൂടുതൽ ഇതിൽ ബുദ്ധിമുട്ട് വരുന്നത്. അടിയന്തരമായി ഇത് LPG അല്ല പുറത്തു വരുന്നതെന്ന് ഡിറ്റക്ടർ വെച്ച് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. അടിയന്തരമായി ഈ വരുന്ന സ്മെല്ല് ഇനി നാളെ മുതൽ ഉണ്ടാവാതിരിക്കാനുള്ള നടപടി കൈക്കൊള്ളണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. എൻ്റെ വീട് ജസ്റ്റ് ഓപ്പോസിറ്റാണ്. വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരാൻ പറ്റില്ല. അപ്പം വേണം നമ്മൾ കിച്ചണിലെ ഗ്യാസ് വിചാരിച്ച് ഓഫ് ചെയ്താവും. വീണ്ടും ചെക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ അല്ല, ഇവിടുന്ന് വരുന്ന മണമാണ്. എപ്പോഴും ഉണ്ട്, എല്ലാ ടൈമും ഉണ്ട്. ഉമ്മർത്തിരിക്കാൻ പറ്റില്ല. നമ്മൾ വാതിലടച്ചിടിരിക്കുക ചെയ്യുക, ജനല തുറക്കുക. ഇപ്പം എൻ്റെ വീട്ടിലെ അമ്മയ്ക്കൊക്കെ സർജറി കഴിഞ്ഞത് ഹാർട്ട് പേഷ്യൻ്റ് ആണ്. അപ്പുറത്ത് വയസ്സായ അച്ഛമ്മയുണ്ട്, അവർക്കൊക്കെ ഇത് തന്നെയാണ്. പിന്നെ ഹാർട്ട് പേഷ്യൻസിൻ്റെ കാര്യം പിന്നെ പറയണ്ട. ബാക്കി കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് ഇന്നും ഇഷ്യൂസ് ഉള്ളതാണ്. അലർജിക്കാരുടെ കാര്യം അതെ. ജനല തുറക്കാൻ പറ്റില്ല, ഡോർ തുറക്കാൻ പറ്റില്ല. ഡോർ തുറക്കുക, അപ്പം തന്നെ അടയ്ക്കുക എന്നുള്ളതാണ് വേണം. അല്ലാതെ ഈ ഒരു പർട്ടിക്കുലർ ടൈം മാത്രമല്ല, എപ്പോഴുള്ള 24/7 നല്ല രീതിയിൽ സ്മെല്ലുള്ളത് തന്നെയാണ്. പോലീസും അഗ്നിരക്ഷാസേനയും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി. ഇവരുടെ ആവശ്യപ്രകാരം മേഖലയിലെ വൈദ്യുതി വിതരണം KCB അധികൃതർ വിച്ഛേദിച്ചു. ആശങ്ക ഒഴിയാതിരുന്നതിനാൽ വൈദ്യുതി വിതരണം രാത്രി വൈകിയും പുനഃസ്ഥാപിച്ചില്ല. പിന്നീട് കമ്പനി അധികൃതർ എത്തി നാട്ടുകാരോട് സംസാരിച്ച് മണം പറക്കാതിരിക്കാനുള്ള നടപടികളെടുത്തു. നേരത്തെയും സമാന രീതിയിൽ വാതകത്തിന്റെ മണം പരന്ന സാഹചര്യത്തിൽ നാട്ടുകാർ ഗെയിൽ അധികൃതരുടെ ശ്രദ്ധയിൽ വിഷയം പെടുത്തിയിരുന്നുവെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് പറയുന്നു. ഇത്തരം സാഹചര്യത്തിൽ പ്രദേശവാസികളുടെ ആരോഗ്യത്തിന് ഗുരുതര ഭീഷണിയായതിനാൽ വലിയ ആശങ്കയിലാണ് ഇവിടെയുള്ളവർ. ചൊവ്വന്നൂരിൽ പാചകവാതകം ചോർന്നെന്ന സംശയം ആശങ്ക പരിഹരിക്കാൻ കുന്നംകുളത്ത് അടിയന്തര യോഗം ചേർന്നു. അദാനി സിറ്റി ഗ്യാസ് അധികൃതരും യോഗത്തിൽ പങ്കെടുത്തു. വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെയാണ് കുന്നംകുളം വടക്കാഞ്ചേരി പാതയിൽ ചൊവ്വന്നൂരിലെ അദാനി സിറ്റി ഗ്യാസ് പദ്ധതി പ്രദേശത്തിനു ചുറ്റും രൂക്ഷമായ പാചകവാതക ഗന്ധം പരന്നത്. ഇതേ തുടർന്ന് അഗ്നിരക്ഷാസേന എത്തി മേഖലയിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് പരിശോധനകൾ നടത്തി. മാസങ്ങളായി മേഖലയിൽ പലതവണ പാചകവാതക ഗന്ധം അനുഭവപ്പെട്ടിട്ടുണ്ട്. ഗെയിൽ മെയിൻ ലെയിനിൽ നിന്നും വിവിധയിടങ്ങളിലേക്ക് വാതകം വിതരണം ചെയ്യുന്ന മീറ്റർ റെഗുലേറ്റർ സ്റ്റേഷനാണ് 3.5 ഏക്കർ വിസ്തൃതിയുള്ള പദ്ധതി പ്രദേശത്ത് പ്രവർത്തിക്കുന്നത്. ഇതിനുവേണ്ട പ്രാഥമിക സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ കമ്പനിക്ക് മതിയായ ലൈസൻസ് ഇല്ല എന്ന ആരോപണമുണ്ട്. സുരക്ഷാ സംവിധാനങ്ങൾ പര്യാപ്തമല്ല. കഴിഞ്ഞ ദിവസം രാത്രി വാതക ചോർച്ച ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ഡിറ്റക്ടർ എത്തിക്കാൻ 1.5 മണിക്കൂർ വൈകിയതോടെ കടുത്ത പരിഭ്രാന്തിയിലായ പൊതുജനങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഗന്ധം പരക്കുന്നത് പാചകവാതക ചോർച്ച മൂലമല്ലെന്നും മറിച്ച് വാതകം ചോർന്നാൽ ജനങ്ങൾക്ക് അറിയുവാനായി വാതകത്തിൽ ചേർക്കുന്ന ഈഥൈൽ മെർകാപ്റ്റൻ എന്ന വാതകത്തിന്റേതാണെന്നുമാണ് കമ്പനി അധികൃതരുടെ വാദം. ഗ്യാസ് ഫില്ലിംഗ് സ്റ്റേഷനു വേണ്ടി ഫയർ സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിൽ അപേക്ഷ നൽകി ലഭിച്ച താൽക്കാലിക അനുമതിയിലാണ് മീറ്റർ റെഗുലേറ്റർ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. പദ്ധതി പ്രദേശത്തിന് മുകളിലൂടെ പോകുന്ന 220 kV ഇലക്ട്രിക് ലൈൻ കമ്പനി നൽകിയ അപേക്ഷയിൽ 33 kV ആയി തിരുത്തിയിട്ടുമുണ്ട്. അടിമുടി ചട്ടലംഘനങ്ങളും ഗുരുതര സുരക്ഷാ വീഴ്ചയും പൊതുജനങ്ങൾക്ക് ജീവന് വില കൽപ്പിക്കാത്ത നിസ്സംഗതയുമാണ് കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് പ്രാഥമിക പരിശോധനയിൽ തന്നെ വ്യക്തമായി. ഈഥൈൽ മെർകാപ്റ്റൻ എന്ന വാതകത്തിന്റെ ഗന്ധം തുടർച്ചയായി ശ്വസിക്കുന്നത് കുട്ടികൾക്കും ഗർഭിണികൾക്കും വയോജനങ്ങൾക്കും ശ്വാസസംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർക്കും വലിയ തോതിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ദീർഘകാലം ഇത് ശ്വസിക്കേണ്ടി വരുന്നത് സാധാരണക്കാരുടെയും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. വാതക ചോർച്ചയും ഈഥൈൽ മെർകാപ്റ്റൻ ചോർച്ചയും കണ്ടെത്താനുള്ള പോർട്ടബിൾ ഡിറ്റക്ടർ, സേഫ്റ്റി ഓഫീസർ തുടങ്ങി അടിസ്ഥാന സുരക്ഷാ സംവിധാനങ്ങളോ കമ്പനിയുടെ പേരും വിലാസവും പ്രദർശിപ്പിക്കുന്ന ബോർഡ് പോലും പദ്ധതി പ്രദേശത്തില്ല. കുന്നംകുളം നഗരസഭയിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, ചൊവ്വന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് AM നിധീഷ്, കൌൺസിലർമാരായ ഷാജി ആലിക്കൽ, സോമൻ ചെറുകുന്ന്, ഷിജീഷ് കില്ലപ്പൻ, ജില്ലാ പഞ്ചായത്ത് അംഗം പ്രശാന്ത് മാസ്റ്റർ, അഗ്നിരക്ഷാ സേനാംഗങ്ങൾ, കമ്പനി പ്രതിനിധികൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂരിൽ വൺവേ തെറ്റിച്ചത് ചോദ്യം ചെയ്ത സ്പെഷ്യൽ പോലീസ് ഓഫീസർക്ക് ക്രൂരമർദ്ദനം. വട്ടേക്കാട് സ്വദേശി കോന്നടത്ത് ഹരീഷിനാണ് മർദ്ദനമേറ്റത്. മഞ്ജുവാൽ ജംഗ്ഷനിൽ ഇന്ന് രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. തമിഴ്നാട്ടിൽ നിന്ന് ശബരിമല ദർശനം കഴിഞ്ഞ് വരികയായിരുന്ന സംഘം സഞ്ചരിച്ച ബസ് മേൽപ്പാലം ഇറങ്ങി ഇടത്തോട്ട് തിരിയുന്നതിന് പകരം വലത്തോട്ട് തിരിയുകയായിരുന്നു. ഇടത്തോട്ട് തിരിയുവാൻ ഹരീഷ് നിർദ്ദേശം നൽകിയെങ്കിലും ബസ് മുന്നോട്ടെടുത്തു. ഹരീഷ് പുറകെ എത്തി കൈകൊണ്ട് ബസ്സിൽ അടിച്ചു. ബസിന്റെ ഇടതുഭാഗത്തുള്ള ക്വാർട്ടർ ഗ്ലാസ് പൊട്ടി ഹരീഷിന്റെ കൈക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തുടർന്ന് ഇതേ ബസ്സിൽ നിന്ന് പുറത്തിറങ്ങിയ തമിഴ്നാട് സ്വദേശികളും ബസ് ജീവനക്കാരും ഹരീഷിനെ മർദ്ദിക്കുകയായിരുന്നു. പരിക്കേറ്റ ഹരീഷിനെ ദേവസ്വം മെഡിക്കൽ സെന്ററിൽ പ്രവേശിപ്പിച്ചു. ബസ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു.
കേച്ചേരിയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് സിനി പ്രസാദ് അധ്യക്ഷയായി. ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനാവശ്യമുള്ള ഇടങ്ങളിൽ സിഗ്നലുകൾ സ്ഥാപിക്കാനും ആളൂർ റോഡിലെയും വടക്കാഞ്ചേരി റോഡിലെയും അനധികൃത പാർക്കിംഗുകൾ ഒഴിവാക്കുന്നതിനും കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് വഴി കേച്ചേരിയിലേക്ക് വരുന്ന ചെറുവാഹനങ്ങൾ എരനല്ലൂർ റോഡ് വഴി തിരിച്ചുവിടാനും യോഗത്തിൽ പങ്കെടുത്തവർ നിർദ്ദേശിച്ചു. യോഗത്തിൽ ഉയർന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഭരണസമിതി ചേർന്നതിനു ശേഷം നടപ്പിലാക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ സുനിൽകുമാർ, പഞ്ചായത്ത് സെക്രട്ടറി MK മാറ്റ്ലി, കുന്നംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ CP റോബർട്ട്, ഗുരുവായൂർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ മാത്യു വർഗീസ്, പൊതുമരാമത്ത് വകുപ്പ് റോഡ് വിഭാഗം ഓവർസിയർ സ്മിജമോൾ, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, കേച്ചേരി ആക്ട്സ് ഭാരവാഹികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ, വില്ലേജ് ഓഫീസർമാർ, ഓട്ടോ ടാക്സി യൂണിയൻ ഭാരവാഹികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കേച്ചേരി ചിറനല്ലൂരിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. മിനി ഗുഡ്സ് വാഹനവും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പഴുതാന സ്വദേശി ജയേന്ദ്രനാണ് മരിച്ചത്. 69 വയസ്സായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണാണ് ജയേന്ദ്രന് ഗുരുതരമായി പരിക്കേറ്റത്. കേച്ചേരി ആക്സ് പ്രവർത്തകർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇദ്ദേഹം അതിതീവ്ര വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. സെക്യൂരിറ്റി ജീവനക്കാരൻ ഇദ്ദേഹം ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് നിർമ്മാണം പൂർത്തിയായതോടെ മേഖലയിൽ അപകടങ്ങൾ പതിവായി മാറിയിരിക്കുകയാണ്. ചൊവ്വന്നൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDFനെ പരാജയപ്പെടുത്താൻ UDF നടത്തിയ അവിശുദ്ധ രാഷ്ട്രീയ സഖ്യത്തിനെതിരെ ജനാധിപത്യ മതേതര വിശ്വാസികൾ അണിനിരത്തി പ്രതിഷേധിക്കുമെന്ന് CPM നേതാക്കൾ കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചൊവ്വന്നൂർ പഞ്ചായത്തിൽ മാത്രമല്ല കുന്നംകുളം നഗരസഭയിലും കാട്ടകമ്പാൽ ചൂണ്ടൽ പഞ്ചായത്തുകളിലും UDFന്റെ അവിശുദ്ധ സഖ്യം ഉണ്ടാക്കിയിരുന്നതായും CPM ആരോപിച്ചു. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൽ 2 വാർഡുകളിൽ സ്ഥാനാർത്ഥിയെ നിർത്താതെ BJP 1, 6, 11, 12 വാർഡുകളിൽ മത്സരിച്ചെങ്കിലും UDFന് വോട്ട് മറിച്ചു നൽകുകയാണുണ്ടായതെന്ന് CPM നേതാക്കൾ ആരോപിച്ചു. ഇത്തരം നീക്കങ്ങൾ നടത്തിയിട്ടും UDFന് കേവലം 5 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. കഴിഞ്ഞ തവണ 5 സീറ്റുകൾ ഉണ്ടായിരുന്ന CPIM 1 സീറ്റ് വർദ്ധിപ്പിച്ച് 6 വാർഡുകളിൽ വിജയം നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ SDPIയുടെ 2 അംഗങ്ങളെ വിലക്കെടുത്ത് പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്താൻ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും കൂട്ടുപിടിച്ച് കോൺഗ്രസ് നടത്തിയ ഈ അവിശുദ്ധ രാഷ്ട്രീയ സഖ്യം നാടിന്റെ സാമൂഹിക അന്തരീക്ഷം കലുഷിതമാക്കുന്നതാണെന്നും കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടിനെ തള്ളിപ്പറഞ്ഞ് അധികാരം കൈയാളിയ ചൊവ്വന്നൂരിലെ കോൺഗ്രസ് സംസ്ഥാന ജില്ലാ നേതൃത്വത്തിന്റെ മൌനാനുവാദത്തോടെയാണ് SDPIയുമായി കൂട്ടുചേർന്നതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. ഈ അവിശുദ്ധ സഖ്യത്തിന് അധിക ദീർഘായുസ് ഉണ്ടാക്കാൻ വേണ്ടി പോണില്ല. ചൊവ്വന്നൂർ ജനത തന്നെ ഈ അവിശുദ്ധ അപകട സഖ്യത്തെ, ഈ തീവ്രവാദ ബന്ധത്തെ വലിച്ചു താഴെയിടും എന്ന കാര്യത്തിൽ സംശയം കരുതേണ്ടതില്ല. നിരവധി ആളുകൾ ഈ ഏരിയയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ സഖ്യത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് CPMലേക്ക് വരാൻ വേണ്ടി തയ്യാറെടുക്കുന്നു. നിരവധി ആളുകൾ കടന്നു വന്നു കഴിഞ്ഞു. അപ്പോ ശക്തിയായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുന്നതോടൊപ്പം തന്നെ ഈ ആശങ്കയ്ക്ക് വിരാമിടാൻ ആവശ്യമായ രീതിയിലുള്ള ജനങ്ങൾ പരിഭ്രാന്തരാകും. വലിയ ക്യാമ്പയിനുകൾ ഈ ഏരിയക്കകത്താകമനം സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. മാധ്യമ പ്രവർത്തകർ എന്നുള്ള നിലക്ക് നിങ്ങളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. നമുക്ക് എങ്ങനെയെല്ലാം കൂടിയിരിക്കാനും, ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് കാത്തു സൂക്ഷിക്കാനും ഇത്തരത്തിലുള്ള അപകടകരമായ സഖ്യത്തെ തുറന്നു കാണിക്കാൻ മാധ്യമ സുഹൃത്തുക്കൾ തങ്ങളുടെ എല്ലാ സംവിധാനവും ഇതിനെതിരെ ഉപയോഗിക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. ചൊവ്വന്നൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുമ്പ് തന്നെ വലിയ കോലാഹലവും പ്രശസ്തമായ പഞ്ചായത്താണല്ലോ. പോലീസ് മർദ്ദനം എന്നെല്ലാം പറഞ്ഞിട്ട് കുന്നംകുളം മേഖലയിൽ വ്യാപകമായി UDF BJP SDPI ധാരണയാണ് ഉണ്ടായിരുന്നത്. നഗരസഭയിൽ 1, 3, 8, 26, 23 വാർഡുകളിൽ BJPയുടെയും UDFന്റെയും വോട്ടിന്റെ കണക്ക് പരിശോധിച്ചാൽ ഈ ധാരണ വ്യക്തമാകുമെന്നും കാട്ടകാമ്പാൽ പഞ്ചായത്തിൽ 2, 5, 8 വാർഡുകളിൽ UDFും BJPയും നടത്തിയ വോട്ട് കച്ചവടത്തിന്റെ കണക്കുകൾ ഗ്രാമബ്ലോക്ക് ജില്ലാ സ്ഥാനാർത്ഥികളുടെ വോട്ട് പരിശോധിച്ചാൽ തെളിയുമെന്നും ഇവർ പറഞ്ഞു. ചൊവ്വന്നൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുമ്പ് തന്നെ വലിയ കോലാഹലവും പ്രശസ്തമായ പഞ്ചായത്താണല്ലോ. പോലീസ് മർദ്ദനം എന്നെല്ലാം പറഞ്ഞിട്ട്
ആ പോലീസ് മർദ്ദനത്തിന്റെ കഥ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഞാൻ എന്റെ വിശദീകരണത്തിലേക്ക് വരുന്നില്ല. അത് വെച്ചുകൊണ്ടാണല്ലോ ആ സ്ഥാനാർത്ഥി എല്ലാ വീടുകളിലും കയറി ഇറങ്ങി പറഞ്ഞത്. തന്നെ കുമ്പിട്ട് നിർത്തി പോലീസ് കൈമുട്ട് മടക്കി ഇടിക്കുന്ന ഫോട്ടോ കടറിൽ അച്ചടിച്ചുകൊണ്ട് ഇതാകമാനം കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസ് രാജ് ആണെന്നും ഇതിനെതിരെയായിട്ട് എനിക്ക് വോട്ട് നൽകേണ്ടത് എന്നുമാണല്ലോ പറഞ്ഞത്. കടവല്ലൂർ പഞ്ചായത്തിലെ പെരുമ്പിലാവ് വാർഡിൽ വെൽഫെയർ പാർട്ടിക്ക് വോട്ട് മറിച്ച് നൽകിയ കോൺഗ്രസ് 4ാം സ്ഥാനത്തായി. ഇതിൽ പ്രതിഷേധിച്ച് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച കമറുദ്ദീൻ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് CPIM-ൽ ചേർന്നു. ചൂണ്ടൽ പഞ്ചായത്തിൽ 2, 3, 12, 15, 19 വാർഡുകളിലും BJP UDF-ന് വോട്ടുകൾ മറിച്ച് നൽകിയത് കണക്കിൽ വ്യക്തമാണ്. കോൺഗ്രസിന്റെ രാഷ്ട്രീയ ജീർണത ജനസമക്ഷം അവതരിപ്പിക്കാൻ ചൊവ്വന്നൂരിൽ രാഷ്ട്രീയ പ്രചരണ ജാഥ സംഘടിപ്പിക്കും. ഞായറാഴ്ച രാവിലെ 9:30 കല്ലഴിക്കുന്ന് സെന്ററിൽ നിന്നും ആരംഭിക്കുന്ന ജാഥ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. ബാലാജി ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് കാണിപ്പയ്യൂർ മാന്തോപ്പിൽ നടക്കുന്ന സമാപന സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA-യും ഉദ്ഘാടനം നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ M. ബാലാജി, K. കൊച്ചനിയൻ, MN സത്യൻ, PM സുരേഷ്, KK സതീശൻ, MP പ്രശാന്തൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് SDPI ഫാസിസ്റ്റ് കൂട്ടുകെട്ടിനെതിരെ CPM കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. കോൺഗ്രസിന്റെ വർഗീയ കൂട്ടുകെട്ടിൽ പ്രതിഷേധിച്ച് പാർട്ടി വിട്ട കടവല്ലൂർ മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ 15ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയുമായിരുന്ന K. കമറുദ്ദീൻ ജാഗ്രതാ സദസ്സിൽ CPM പതാക ഏറ്റുവാങ്ങി. കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് നടത്തിയ സദസ്സ് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി K. കൊച്ചനിയൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. ബാലാജി, ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MN മുരളീധരൻ, MB പ്രവീൺ, PG ജയപ്രകാശ്, MV പ്രശാന്ത്, PM സുരേഷ്, നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് ചേറ്റുവ റോഡിലെ കാന നിർമ്മാണത്തിൽ മെല്ലെപ്പോക്ക് എന്ന ആരോപണം. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. ഏതാണ്ട് 500 മീറ്റർ നീളമുള്ള കാന നിർമ്മാണം ആരംഭിച്ചിട്ട് 2 മാസത്തിലധികമായിട്ടും നാളിതുവരെ പണി പൂർത്തീകരിച്ചിട്ടില്ല. ഇതുമൂലം ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. കാന നിർമ്മിക്കാനായി മണ്ണെടുത്തതുമൂലം റോഡരികിലെ വീടുകളിലേക്ക് വാഹനം കൊണ്ടുവരാൻ കഴിയാത്ത സ്ഥിതിയാണ്. കൂടാതെ ഇവിടെ പൊടിശല്യവും രൂക്ഷമാണ്. തെക്കഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന നഗരസഭാ റോഡ് ഉൾപ്പെടെയുള്ള വഴികളിലേക്ക് പ്രവേശിക്കാനാകാത്ത സ്ഥിതിയാണ്. നിലവിൽ ഗതാഗതം ഒരു ഭാഗത്തുകൂടെ മാത്രമാണ് നടത്തുന്നത്. എന്നാൽ വാഹനങ്ങൾ എതിർദിശയിൽ നിന്ന് വന്നാൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാവുകയാണ്. നിലവിൽ കാന നിർമ്മാണത്തിനായി കുഴിയെടുത്തതിനാൽ റോഡരികിലെ വീടുകളിലേക്ക് ഇരുചക്രവാഹനം പോലും കൊണ്ടുപോകാൻ കഴിയില്ല. കുഴിയെടുത്ത മണ്ണും പഴയ കാനയുടെ സ്ലാബും ഇവിടെ തന്നെ കൂട്ടിയിട്ടതിനാൽ എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കടന്നുപോകാൻ വലിയ പ്രയാസമാണ്. ഘട്ടം ഘട്ടമായി കുഴിച്ചിരുന്നെങ്കിൽ ഈ അനുഭവം ഉണ്ടാകുമായിരുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. എന്നാൽ തൊഴിലാളികളുടെ എണ്ണത്തിൽ കുറവാണ് നിർമ്മാണത്തിൻ്റെ മെല്ലെപ്പോക്കിന് കാരണമെന്നാണ് സൂചന. ചാവക്കാട് നഗരത്തിൽ മിക്ക ദിവസവും ഗതാഗതക്കുരുക്കുണ്ട്. നേരത്തെ റോഡിന് കുറുകെ നിർമ്മിച്ച കാനയുടെ സ്ലാബ് തകർന്ന് കണ്ടെയ്നർ ലോറി കാനയിലേക്ക് താഴുന്ന സ്ഥിതിയുണ്ടായിരുന്നു. നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സത്വരമായ നടപടികൾ ഉണ്ടാകണമെന്ന് മത്സ്യത്തൊഴിലാളി യൂണിയൻ BMS ജില്ലാ സെക്രട്ടറി KV ശ്രീനിവാസൻ പറഞ്ഞു. ഇവർക്ക് ഒരു സാങ്കേതികമായിട്ടുള്ള പരിജ്ഞാനോ കാര്യങ്ങളോ ഒന്നുമുള്ള ആൾക്കാരല്ലേ ഈ പണിയെടുക്കുന്നത്. ഈ പണിയെടുക്കുന്ന ആൾക്കാർക്ക് ഒരു പരിചയവും ഇല്ല. അവർ വളരെ എന്തെങ്കിലും ഒരു കെയർലെസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിന് എഞ്ചിനീയർമാരോ മറ്റുള്ള ആൾക്കാരോ ആരെയും മുന്നോട്ട് വന്നിട്ട് നോക്കണില്ല. പൊതുജനത്തിന് മൊത്തത്തിൽ എല്ലാ സ്ഥലത്തും ബുദ്ധിമുട്ടാണ്. ഈ പൊടിയാണെന്ന് പറയാനില്ല. അതേസമയം ഈ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചാവക്കാട് പ്രദേശത്തെ ട്രാഫിക്കാണ്. എല്ലാ സ്ഥലത്തും മൊത്തത്തിൽ 5 കിലോമീറ്ററിൽ ഇതിന്റെ പ്രതിസന്ധി ഉണ്ട്. പഴഞ്ഞി വെസ്റ്റ് മങ്ങാട് വെട്ടിക്കടവിൽ എതിരെ വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട കാർ ട്രാൻസ്ഫോമർ സ്ഥാപിച്ച ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു. വാഹനം ട്രാൻസ്ഫോമറിൽ ഇടിക്കാതിരുന്നതും പാടത്തേക്ക് മറിയാതിരുന്നതും മൂലം അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. ശനിയാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് അപകടം. കാർ ഓടിച്ച മങ്ങാട് സ്വദേശി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കുന്നംകുളം ഭാഗത്തുനിന്ന് മങ്ങാട് ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. എതിരെ വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ വാഹനം ട്രാൻസ്ഫോമറിന്റെ വൈദ്യുത കാലിൽ ഇടിക്കുകയായിരുന്നു. ഇരുമുപ്പെട്ടി കരിയന്നൂർ സെന്ററിന് സമീപം റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ കാൽനട യാത്രക്കാരനെ ഓട്ടോറിക്ഷ ഇടിച്ചു മറിഞ്ഞ് 3 പേർക്ക് പരിക്ക്. കാൽനട യാത്രക്കാരനായ കരിയന്നൂർ മേലെപ്പുരയ്ക്കൽ വീട്ടിൽ കുട്ടൻ, ഓട്ടോ ഡ്രൈവറായ പാറേമ്പാടം മേഞ്ചേരി വീട്ടിൽ ചാക്കോ, ഓട്ടോ യാത്രക്കാരനായ ചൊവ്വന്നൂർ ചെറുവത്തൂർ വീട്ടിൽ ജെയ്സൺ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രി 7 മണിയോടെയാണ് അപകടം. പരിക്കേറ്റ 3 പേരെയും ഇരുമുപ്പെട്ടി എക്സ് പ്രവർത്തകർ മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ക്രിസ്തുമസ് അവധിക്കാലം ചിത്രങ്ങൾ വരച്ച് താരമായി ഒരു കുട്ടിക്കലാകാരൻ. കുന്നംകുളം ചെറുകുന്ന് മാളിയേക്കൽ ജോജോ ടെൻസി ദമ്പതികളുടെ മകൻ 7 വയസ്സുകാരൻ ദയാൽ ജോണാണ് ഒഴിവുവേളകൾ ചിത്രരചനയിൽ മുഴുകുന്നത്. കയ്യിലൊരു പേപ്പറും പെൻസിലും കിട്ടിയാൽ കുട്ടി ദയാൽ ഹാപ്പിയാണ്. മനസ്സിൽ പതിഞ്ഞ ചിത്രങ്ങൾ ഓരോന്നായി പേപ്പറിലേക്ക് പകർത്തും. കാർട്ടൂൺ ചിത്രങ്ങളാണ് ദയാലിന് കൂടുതൽ താല്പര്യം. വെറുതെ വരയ്ക്കുക മാത്രമല്ല, വരച്ച എല്ലാ കഥാപാത്രങ്ങളുടെ പേരുകളും ദയാലിന് കാണാപാഠമാണ്. കൺമുന്നിൽ കാണുന്ന ഓരോന്നും സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ദയാൽ അത് മനഃപ്പാഠമാക്കി പിന്നീട് പേപ്പറിലേക്ക് പകർത്തും. കുഞ്ഞുനാളിൽ തന്നെ പേപ്പറിൽ കുത്തിക്കുറിക്കുന്ന ദയാലിന്റെ കഴിവ് മനസ്സിലാക്കി വീട്ടുകാർ പ്രോത്സാഹനം നൽകിയതോടെ ദയാലും തന്റെ കലാവിരുത് സ്വയം തേച്ചുമിനുക്കി. അങ്ങനെ ക്രിസ്തുമസ് വെക്കേഷൻ മുഴുവൻ കാർട്ടൂൺ കഥാപാത്രങ്ങൾ കൊണ്ട് ദയാലിന്റെ ചിത്രം വര പുസ്തകങ്ങൾ നിറഞ്ഞു. കക്കാശി, ഒബീറ്റോ, റോക്ലി, കാബൂട്ടോ, സുനാഡെ, ടോബിറാമ, മിനാട്ടോ, ഹാരി പോട്ടർ, അവതാർ തുടങ്ങി നിരവധി കാർട്ടൂൺ കഥാപാത്രങ്ങളാണ് ദയാലിന്റെ പെൻസിൽ മുനയിൽ നിന്നും പിറവികൊണ്ടത്. ചിത്രം വര പഠിക്കാതെ തന്നെ തന്റെ സ്വതസിദ്ധമായ കരവിരുതിൽ വരയ്ക്കാനുള്ള കഴിവ് തിരിച്ചറിഞ്ഞതോടെ ശാസ്ത്രീയമായി തന്നെ ചിത്രം വര പഠിപ്പിക്കണമെന്ന ആഗ്രഹത്തിലാണ് പിതാവ് ജോജോ. മോന് കൂടുതലും കാർട്ടൂൺ കഥാപാത്രങ്ങൾ വരയ്ക്കാൻ ഇഷ്ടമല്ലേ? അതെ. എങ്ങനെയപ്പോ കാർട്ടൂൺ എല്ലാ കാർട്ടൂണും ഇരുന്ന് കാണോ? എല്ലാ കാർട്ടൂണല്ല, പ്രത്യേകിച്ച് 10 മണി ആയിരുന്നാണ് റൂട്ട. അതൊക്കെ ഏത് സമയത്തുള്ളത്? 10 മണി. 10 മണിക്ക്. ഇംഗ്ലീഷ് കാർട്ടൂണുകളാണോ കാണുന്നത്? മലയാളം കാണുന്നുണ്ട്. ഏതൊക്കെ കാർട്ടൂണാണ് ഇപ്പോൾ വരച്ചത്? നെറൂട്ടോത്തെ, പിന്നെ നെറൂട്ടോത്തെയും പിന്നെ വൺ പീസ്. അങ്ങനെ പിന്നെ ഏതൊക്കെ വരയ്ക്കാൻ ഇഷ്ടം? അവതാർ വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എന്ത് തോന്നിയത് വരച്ചപ്പോ? അത് നല്ല പ്രയാസം ഉണ്ടായിരുന്നു വരയ്ക്കാൻ. ഇനിയിപ്പോ വരയ്ക്കാൻ കൂടുതൽ ആഗ്രഹമുള്ളത് ഏത് കഥാപാത്രം? നെറൂട്ടോ. പാട്ട് പാടുവോ? ഒരു ചെറിയൊരു കുഞ്ഞൊരു പാട്ടായാലോ? ചെറുത് അങ്ങനെ പാടൂല, എന്നാലും ചെറുതായിട്ട്. ഓക്കെ. കടലമ്മക്കരങ്ങല പെറ്റത്, കണ്ണീരെല്ലാം അവളല്ല കണ്ടത്, കരയല കടലല്ല കണ്ടത്, കടലിൻ്റെ മക്കളാ കടലിൻ്റെ രാരി രാരിരേ രാരി രാരിരേ രാരി രാരിരേ രാരി രാരി രാരിരേ ഒരുത്തി 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 കള്ളിക്കടൽ മുള്ളു ചെടി പോലെ ഒരുത്തി ഒരുത്തി കണ്ണാടി നെഞ്ചു കല്ല് വീണ് പോലെ ഒരുത്തി ഒരുത്തി. ദയാലിന്റെ മാതാവ് ടെൻസി വിദേശത്ത് നഴ്സാണ്. അങ്കമാലി മഞ്ഞപ്ര ജ്യോതിസ് സെൻട്രൽ സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ദയാൽ ജോൺ. വെക്കേഷൻ സമയത്ത് പിതാവിനൊപ്പം ചിലവഴിക്കാൻ കുന്നംകുളത്തെ വീട്ടിലെത്തിയ ദയാലിന് അപ്പനും അമ്മച്ചിയും ഒപ്പം വല്ലിപ്പയും വല്യമ്മയും തികഞ്ഞ പ്രോത്സാഹനമാണ് നൽകുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രതീകാത്മകമായി ആനയെ നടയിരുത്തി. കോഴിക്കോട് തിരുവണ്ണൂർ സ്വദേശി PA പ്രദീപാണ് ആനയെ നടയിരുത്തിയത്. ദേവസ്വം കൊമ്പൻ ബൽറാമിനെയാണ് നടയിരുത്തിയത്. ഇതിനായി 10 ലക്ഷം രൂപ ദേവസ്ഥർ അടച്ചു. രാവിലെ ശീവേലിക്ക് ശേഷം നടന്ന ചടങ്ങിന് മേൽശാന്തി മൂർത്തിയടത്ത് മന സുധാകരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മൂരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ, ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ M രാധ എന്നിവർ സംബന്ധിച്ചു. ചൊവ്വലൂർ ശിവക്ഷേത്രത്തിൽ കഴിഞ്ഞ 12 ദിവസമായി നടന്നു വന്നിരുന്ന തിരുവാതിര മഹോത്സവത്തിന് സമാപനമായി. ശ്രീ പാർവതിക്ക് പട്ടും താലിയും സമർപ്പിക്കാൻ സ്ത്രീകളുടെ വൻ തിരക്കാണ് ദൃശ്യമായത്. മഹാദേവന്റെ ജന്മനക്ഷത്രമായ ധനുമാസത്തിലെ തിരുവാതിര നാളിൽ പുലർച്ചെ 3 മണിക്ക് നട തുറന്നു. സർവാഭരണ വിഭൂഷിതയായ ശ്രീപാർവതി ദേവിയെ ദർശിച്ചു തൊഴാൻ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. തിരുവാതിരയുടെ ഭാഗമായി വിശേഷാൽ പൂജകളും അഭിഷേകങ്ങൾ, 108 ഇളനീർ അഭിഷേകം എന്നീ ചടങ്ങുകൾ ക്ഷേത്രത്തിനകത്ത് നടന്നു. ശ്രീ പാർവതി ദേവിക്ക് പട്ടും താലിയും ചാർത്താനായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത്. മലർപ്പറ സമർപ്പണം, തൃശൂല സമർപ്പണം എന്നിവയുമുണ്ടായി. ചലച്ചിത്ര താരവും നർത്തകിയുമായ ദിവ്യ ഉണ്ണി രാവിലെ ക്ഷേത്ര ദർശനം നടത്തി പട്ടും താലിയും സമർപ്പിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ ചൊവ്വലൂര് മഹാദേവന്റെയും ദേവിയുടെയും അടുത്ത് വന്ന് പട്ടും താലിയും സമർപ്പിക്കാൻ കഴിഞ്ഞു. ഇന്ന്
ഈ ഒരു സമയത്ത് ഇവിടെ നാട്ടിൽ ഉണ്ടാവാനും പിന്നെ ഇവിടെ വന്ന് ഇന്ന് തൊഴുവാൻ ഇങ്ങനെ ഒരു ശുഭദിനത്തിൽ തന്നെ തൊഴാനും കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പഴയ ഓർമ്മകളുണ്ട്. ചൊല്ലൂർ കൃഷ്ണൻകുട്ടി സാറ് ഉള്ളപ്പോൾ തൊട്ട് ഉള്ള ഒരു ബന്ധമാണ് ഈ ക്ഷേത്രമായിട്ട്. അപ്പോൾ ഒരുപാട് ഓർമ്മകൾ തിരിച്ചു വന്നു. ചെറുപ്പത്തിലെ തൊട്ട് തിരുവാതിര ആഘോഷിക്കുന്നതും തിരുവരായണക്കുളത്താണെങ്കിലും ചുവല്ലൂരെ ഇവിടുത്തെ അമ്പലത്തിലാണെങ്കിലും ഒക്കെ അങ്ങനത്തെ ധാരാളം ഓർമ്മകൾ മനസ്സിലേക്ക് വന്നു. സന്തോഷം, എല്ലാ ഈശ്വരാനുഗ്രഹം. താങ്ക് യു. കാവീട് കാർത്തിയാനി ക്ഷേത്ര സമിതിയുടെ സമ്പൂർണ്ണ നാരായണീയ പാരായണവുമുണ്ടായി. വൈകിട്ട് വിവിധ തിരുവാതിരക്കളി സംഘങ്ങളുടെ കൈക്കൊട്ടിക്കളിയും നൃത്തനൃത്യങ്ങളും അരങ്ങേറി. ശ്രീ പാർവതീദേവിയുടെ നടയിൽ ശ്രീജ ഉണ്ണികൃഷ്ണന്റെ ബ്രാഹ്മണിപ്പാട്ട്, ചൂണ്ടൽ സുധർമ്മനും സംഘവും അവതരിപ്പിച്ച പുള്ളുവൻ പാട്ടും ഉണ്ടായി. ക്ഷേത്രത്തിലെത്തിയ മുഴുവൻ ഭക്തർക്കും വിഭവസമൃദ്ധമായ അന്നദാനവും ഉണ്ടായിരുന്നു. രാത്രി 9 മണിയോടെ നാദസ്വരം, ഭജന എന്നിവയുടെ അകമ്പടിയോടെ ക്ഷേത്രപ്രദക്ഷിണം നടത്തി പട്ടും താലിയും സമർപ്പിക്കുന്നതോടെ തിരുവാതിര ആഘോഷങ്ങൾക്ക് സമാപനമാകും. ക്ഷേത്രത്തിൽ നടന്ന പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി, മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ഭാരവാഹികളായ NK ബാലകൃഷ്ണൻ, C ഹരിദാസൻ എന്നിവരടങ്ങുന്ന ക്ഷേത്ര കമ്മിറ്റി നേതൃത്വം നൽകി. ഭരണഘടന പ്രദാനം ചെയ്യുന്ന ജനാധിപത്യവും മതനിരപേക്ഷതയും ഉയർത്തിപ്പിടിക്കുന്നതാകണം വിദ്യാഭ്യാസമെന്ന് AC മൊയ്തീൻ MLA. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ 5000-ഓളം രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അൻസാർ പാരന്റ്സ് മെഗാ കാർണിവൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ മേഖലയിൽ ഒരു രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാതെ ഏകശിലയായി കാണുന്ന ചില ശ്രമങ്ങൾ നമ്മുടെ രാജ്യത്ത് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നുവെന്നും അത്തരം ശ്രമങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ ചെറുത്ത് പരാജയപ്പെടുത്തണമെന്നും കുന്നംകുളം MLA AC മൊയ്തീൻ വ്യക്തമാക്കി. എത്തിപ്പെടാൻ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ നിരവധി മേഖലകളുണ്ടാകും. അവിടേക്ക് സ്വകാര്യ മൂലധനവും സംരംഭകരും ഒക്കെ കടന്നു ലാഭേച്ഛയില്ലാതെ ജനങ്ങൾ ഉപകാരപ്രദമായി നടക്കുമ്പോഴാണ് അതൊരു പൊതുജന സേവനമായി മാറുന്നത് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഭരണഘടന പ്രദാനം ചെയ്യുന്ന ജനാധിപത്യ ക്രമത്തെയും മതനിരപേക്ഷതയെയും ഉയർത്തിപ്പിടിക്കുന്നതാകണം വിദ്യാഭ്യാസമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാംസ്കാരിക സമ്മേളനം കലാസംവിധായകനും അവാർഡ് ജേതാവുമായ അജയൻ ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന കാർണിവലിലെ സ്റ്റോളുകളുടെ ഉദ്ഘാടനം കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ നിർവഹിച്ചു. സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഷൈനി ഹംസ, PTSC ചീഫ് മെന്റർ നൂറുൽ ഹഗ്, അസിസ്റ്റന്റ് മെന്റർ അസീന മുനീർ, അസ്ലം കാനക്കോട് എന്നിവർ സംസാരിച്ചു. കാർണിവലിൽ രക്ഷിതാക്കൾക്കിടയിലെ സംരംഭകരെ പരിചയപ്പെടുത്താനായി 40-ലധികം ബിസിനസ് സ്റ്റാളുകളാണ് സജ്ജീകരിച്ചിരുന്നത്. കാർണിവലിൽ വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടൊപ്പം വയറും മനസ്സും നിറയ്ക്കാൻ രുചികരമായ വിഭവങ്ങളുടെ നിരവധി ഫുഡ് കോർട്ടുകളും ഒരുക്കിയിരുന്നു. വിനോദത്തോടൊപ്പം വിജ്ഞാനവും പകരുന്നതിനായി അക്വാപോണിക്സ്, പേഴ്സണൽ ബ്രാൻഡിംഗ്, കരിയർ ഗൈഡൻസ്, പബ്ലിക് സ്പീക്കിംഗ്, ദന്തശുചിത്വം തുടങ്ങി നിരവധി വിഷയങ്ങളിൽ പ്രമുഖർ ക്ലാസുകൾ നയിച്ചു. IPHന്റെ നേതൃത്വത്തിൽ പുസ്തകമേളയും ഉണ്ടായിരുന്നു. ആരോഗ്യരംഗത്തെ വിവിധ സ്ഥാപനങ്ങൾ നടത്തുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പും കാർണിവലിന്റെ പ്രധാന ആകർഷണങ്ങളായി മാറി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം 6-7 തീയതികളിൽ ഗുരുവായൂർ നഗരസഭാ ടൗൺ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 6-ാം തീയതി രാവിലെ 10 മണിക്ക് നടക്കുന്ന യോഗം DCC സെക്രട്ടറി അഡ്വക്കേറ്റ് TS അജിത്ത് ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് മഞ്ചോൾ പരിസരത്ത് നടക്കുന്ന യോഗം സംസ്ഥാന സെക്രട്ടറി TM കുഞ്ഞുമൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും. 7 രാവിലെ 10:30 ജില്ലാ സമ്മേളനം KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്യും. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, സനീഷ് കുമാർ ജോസഫ് MLA, UDF ചെയർമാൻ TV ചന്ദ്രമോഹൻ എന്നിവർ മുഖ്യാതിഥികളാകും. ഉച്ചയ്ക്ക് വനിതാ സമ്മേളനം തൃശൂർ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. 500 പേർ അണിനിരക്കുന്ന പ്രകടനമുണ്ടാകും. ജില്ലാ പ്രസിഡന്റ് KG ഉണ്ണികൃഷ്ണൻ, MF ജോയ്, VK ജയരാജൻ, CG റാഫേൽ, K അനിൽകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്ത്യ പെന്തക്കോസ് ദേവസഭ കുന്നംകുളം സെന്ററിന്റെ ഗോൾഡൻ ജൂബിലി കൺവെൻഷന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. പോർക്കുളം രഹബോത്ത് നഗറിൽ നടന്ന സാംസ്കാരിക സമ്മേളനം ആലത്തൂർ MP K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ മറ്റുള്ളവർക്ക് ദോഷകരമായി ഭവിക്കാതിരിക്കുമ്പോൾ രാജ്യത്ത് സമാധാനം നിലനിൽക്കുമെന്ന് MP പറഞ്ഞു. നമ്മുടെ സമൂഹത്തിൽ ഓരോ മനുഷ്യരും അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ തന്നെ ആ വിശ്വാസ പ്രമാണങ്ങൾ മറ്റുള്ളവർക്ക് ദോഷകരമായി മാറാതിരിക്കാൻ വേണ്ടിയുള്ള കരുതൽ നമുക്കുണ്ടാകണം.
ആ കരുതൽ ഇല്ലാതെ എവിടെ പോകുന്നു അവിടെയെല്ലാം തന്നെ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയണം. പെന്തിക്കോസ്ത് സഭ അക്കാര്യത്തിൽ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നവരാണ് എന്ന കാര്യത്തിൽ വലിയ തർക്കമില്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വേദനാജനകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുന്നംകുളം സെന്റർ മിനിസ്റ്റർ പാസ്റ്റർ സാം വർഗീസ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ്, കാട്ടകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ചടങ്ങിൽ ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി സഭ പുറത്തിറക്കുന്ന സുവനീർ പ്രകാശനവും നടന്നു. സെന്റർ വൈസ് പ്രസിഡന്റ് പാസ്റ്റർ KA വർഗീസ് പ്രസ്താവന പ്രസംഗം നടത്തി. പാസ്റ്റർ PK ജോൺസന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ച സമ്മേളനത്തിന് പാസ്റ്റർ MR ബാബു സ്വാഗതവും പബ്ലിസിറ്റി കൺവീനർ പാസ്റ്റർ കൊച്ചുണ്ണി നന്ദിയും പറഞ്ഞു. ഞായറാഴ്ച നടക്കുന്ന സംയുക്ത ആരാധനയോടെ ശുശ്രൂഷകൾക്ക് സമാപനമാകും. IPC കുന്നംകുളം സെന്ററിന് കീഴിലുള്ള 28 സഭകളിലെ പ്രതിനിധികൾ പങ്കെടുക്കും. ഉച്ചയ്ക്ക് ശേഷം കുട്ടികളുടെ സൺഡേ സ്കൂൾ വാർഷികവും ഉണ്ടാകും. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച കേന്ദ്ര സർക്കാരിനെതിരെ യൂത്ത് കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചിറക്കൽ സെന്ററിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കാട്ടകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് MM മഹേഷ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ കാട്ടകാമ്പാൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രാവൺ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM അലി, MA അബ്ദുൾ റഷീദ്, ഹക്കീം പള്ളിക്കുളം, റാഷിദ് പെരുന്തുരുത്തി, റിയാസ് മാമ്പുള്ളി എന്നിവർ സംസാരിച്ചു. സഹകരണ പ്രസ്ഥാനം കേരളത്തിന്റെ വികസനത്തിൽ വലിയ പങ്ക് വഹിച്ചുവെന്ന് AC മൊയ്തീൻ MLA. 72ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ കുന്നംകുളം താലൂക്ക് തല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കെയർ ഹോം മുതൽ നവകേരള നിർമ്മിതി വരെയുള്ള പ്രവർത്തനങ്ങളിലൂടെ സഹകരണ പ്രസ്ഥാനം വലിയ മുന്നേറ്റമാണ് നടത്തുന്നതെന്നും MLA പറഞ്ഞു. നമ്മുടെ നാടിന്റെ വികസനത്തിന് ഉപയുക്തമാക്കാൻ കഴിയുന്ന പുതിയ ഐഡിയാസ് സഹകരണ മേഖല അതിന് നിയമം വഴി അവസരം തന്നിട്ടുണ്ട്, മറ്റു കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം അത് പ്രയോജനപ്പെടുത്തി ഇനി എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം കൂടി. കേരളത്തിലെ സഹകരണ മേഖല വ്യത്യസ്തമാണെന്നേ ആര് ഭരിച്ചാലും. അപ്പം ആ മാറ്റം നമുക്കുണ്ടാകണം. ഉദ്യോഗസ്ഥന്മാരും അതിനനുസരിച്ച് മാറേണ്ടി വരും. ഉദ്യോഗസ്ഥന്മാർ ജോലി കിട്ടി അധികം ജോലിഭാരമുണ്ടാവരുത്, ഇൻക്രിമെൻറ്റും ശമ്പളവും മാത്രം വിചാരിച്ച നിങ്ങളുടെ ശമ്പളം തരുന്നൊരു വകുപ്പില്ലാതെയായി പിന്നെ നിങ്ങൾ എവിടെ പോയി ശമ്പളം ചോദിക്കും? അപ്പം നിലനിൽപ്പിൻ്റെ പ്രശ്നത്തിനെക്കുറിച്ച് ഗൗരവപൂർവ്വം കാണാനും ഇവരുടെ കാര്യങ്ങൾ പരിശോധിക്കാനും നിങ്ങളുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ആ രീതിയിൽ ഇടപെടാനും ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പിന്നെ നിഷേധാത്മകമായ നിലപാട് തുടരാനും സംഘം ജീവനക്കാരും മറ്റ് ജീവനക്കാരും ആ തിരുത്തലുകൾക്ക് വിധേയമായല്ലാതെ പുതിയ കാലത്തിന്റെ വെല്ലുവിളികൾ നമുക്ക് നേരിടാനാവില്ല. ചൊവ്വന്നൂർ അല്ലമീൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ തലപ്പിള്ളി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ NK പ്രമോദ് കുമാർ അധ്യക്ഷനായി. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് KM നൌഷാദ്, തലപ്പിള്ളി സർക്കിൾ സഹകരണ യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ US കൃഷ്ണൻകുട്ടി, MK മോഹനൻ, ശശി പൂവത്ത്, യേശുദാസ് PP, സിന്ധു സുബ്രഹ്മണ്യൻ, MK സുകുമാരൻ, A രാജു, CV സുനിൽകുമാർ, KJ ബിജു, KJ ജോഷി, അസിസ്റ്റന്റ് ഡയറക്ടർ ജോജി പോൾ, ചൊവ്വന്നൂർ പഞ്ചായത്ത് അംഗം ഷീജ അനിൽ, വിവിധ സഹകരണ സംഘം പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. യോഗത്തിന് തലപ്പിള്ളി CCU അസിസ്റ്റന്റ് രജിസ്ട്രാർ KK ഷാബു സ്വാഗതവും കുന്നംകുളം അസിസ്റ്റന്റ് രജിസ്ട്രാർ SN ആരാധന നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന സമ്മേളനത്തിനു ശേഷം നടന്ന സെമിനാറിൽ ദേശീയ സഹകരണ നിയമവും സഹകരണ മേഖലയുടെ ആവാസ വ്യവസ്ഥയും എന്ന വിഷയത്തിൽ റിട്ടയർഡ് അസിസ്റ്റന്റ് രജിസ്ട്രാർ K ഹരി പ്രബന്ധാവതരണം നടത്തി. നേരത്തെ തലപ്പിള്ളി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ NK പ്രമോദ് കുമാർ പതാക ഉയർത്തി. വാരാഘോഷത്തോടനുബന്ധിച്ച് നടന്ന പ്രസംഗ പ്രബന്ധ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം ചടങ്ങിൽ MLA നിർവഹിച്ചു. നിക്ഷേപ സമാഹരണത്തിൽ മികച്ച നേട്ടം കൈവരിച്ച സംഘങ്ങളെയും പ്രവർത്തന മികവ് പുലർത്തുന്നവരെയും 100 വർഷം പൂർത്തീകരിച്ച സഹകരണ സംഘങ്ങളെയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരെയും ആദരിച്ചു. വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് ഗൃഹനാഥന് വീട് കയറി ആക്രമിക്കുകയും വീടിന്റെ ജനൽ ചില്ല് അടിച്ചു തകർക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതി പിടിയിലായി. ചെറുവത്താനി സ്വദേശി കാക്കശ്ശേരി വീട്ടിൽ ബോണിയെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. ചെറുവത്താനി ആര്യമ്പാടം സ്വദേശി 47 വയസ്സുള്ള സത്യദേവനെയാണ് ഇയാൾ ആക്രമിച്ചത്. പ്രതിയുടെ സുഹൃത്തും സത്യദേവന്റെ അയൽവാസിയുമായ യുവാവ് വെള്ളത്തിന്റെ ചാലടച്ചതിനെതിരെ സത്യദേവൻ വില്ലേജ് ഓഫീസിലും നഗരസഭയിലും പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്നുള്ള വൈരാഗ്യത്തിലാണ് ഇരുമ്പുവടിയുമായി വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമിച്ചതെന്ന് പറയുന്നു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി.
ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കാട്ടകമ്പാൽ യൂണിറ്റ് കൺവെൻഷൻ നടന്നു. പഴഞ്ഞി പാലക്കൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ വൈസ് പ്രസിഡന്റുമായ ഷൈബി ഡെയ്സൺ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് വത്സ കൊച്ചു അധ്യക്ഷയായി. സെക്രട്ടറി അജിത യൂണിറ്റ് റിപ്പോർട്ടും ട്രഷറർ റംഷീന വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. പുതിയ സെക്രട്ടറിയായി ഷീല പോൾസിനെ തെരഞ്ഞെടുത്തു. ഏരിയ സെക്രട്ടറി സജിത, പ്രസിഡന്റ് ലതാ ബാബു, കമ്മിറ്റി അംഗം കെ കൗസല്യ, വിനീത എന്നിവർ സംസാരിച്ചു. ജോയിന്റ് സെക്രട്ടറി NV സതീഷ് സ്വാഗതവും സജിനി നന്ദിയും പറഞ്ഞു. എരുമപ്പെട്ടി ഫൊറോന ദേവാലയത്തിൽ പുതുതായി നിർമ്മിച്ച അടിപ്പള്ളി എന്നറിയപ്പെടുന്ന തിരുഹൃദയ ചാപ്പലിന്റെ കൂദാശയും കാരുണ്യഭവന വെഞ്ചരിപ്പും പൗരോഹിത്യ സിൽവർ ജൂബിലി ആഘോഷവും നടന്നു. പുതിയതായി നിർമ്മിക്കുന്ന എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയുടെ അടിയിൽ നിർമ്മിച്ചിരിക്കുന്ന തിരുഹൃദയ ചാപ്പലിന്റെ കൂദാശ കർമ്മവും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിച്ചു നൽകുന്ന രണ്ടാമത്തെ കാരുണ്യഭവനത്തിന്റെ വെഞ്ചിരിപ്പും വികാരി ഫാദർ ജോഷി അളൂർ, ഇടവകാംഗം ഫാദർ ജിജോ മുരിങ്ങത്തേരി, മുൻ കൊച്ചച്ചന്മാരായ ഫാദർ ലിജോ ചിറ്റ്ലപ്പള്ളി, ഫാദർ ഡൊമിനിക് ചാഴൂർ എന്നിവരുടെ പൗരോഹിത്യ സിൽവർ ജൂബിലി ആഘോഷവും നടന്നു. അടിപള്ളി കൂദാശാകർമ്മ കാർമ്മികത്വവും കാരുണ്യഭവന വെഞ്ചിരിപ്പും ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളന ഉദ്ഘാടനവും തൃശൂർ അതിരൂപത മെത്രാപ്പൊലിത്തയും അഖിലേന്ത്യാ കത്തോലിക്ക മെത്രാൻ സമിതി പ്രസിഡന്റുമായ മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. പൊതുസമ്മേളനത്തിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ഷോജോമോൻ മഞ്ഞാടിക്കൽ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ജീസ് അക്കരപ്പറ്റേക്കൽ, തിരുഹൃദയമഠം മദർ സിസ്റ്റർ വിനീത മാത്യു SH, നടത്തുകൈക്കാരൻ KA ബേബി, വാർഡ് മെമ്പർ ഷാജി വർഗീസ്, കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതി കൺവീനർ സിൻഡോ KT, സംഘടന ഏകോപന സമിതി കൺവീനർ MV തോമസ്, വിശ്വാസ പരിശീലനം ഹെഡ്മാസ്റ്റർ ML ആൻഡോ, നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ KC ഡേവിസ് എന്നിവർ പ്രസംഗിച്ചു. ഫാദർ ജോഷി ആളൂർ, ഫാദർ ജിജോ മുരിങ്ങത്തേരി, ഫാദർ ലിജോ ചിറ്റ്ലപ്പിള്ളി, ഫാദർ ഡൊമിനിക് ചാഴൂർ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു. പുതുശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ഐക്യ ആർട്ട് ഫാമിന്റെ നേതൃത്വത്തിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ശില്പശാലയ്ക്ക് തുടക്കമായി. ചലച്ചിത്ര താരവും സാംസ്കാരിക പ്രവർത്തകനുമായ VK ശ്രീരാമൻ ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇത് കുന്നംകുളം തന്നെയാണോ എന്നൊക്കെ ഉള്ള ഒരു സംശയത്തിലാണ് ഇങ്ങനെ കുറേ നേരം. കാരണം കുന്നംകുളത്ത് ഇത്രയും കൺജസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ ശാന്തമായിട്ടുള്ള ഒരു പ്രകൃതി, വീടും ഇങ്ങനെയുള്ള ഒത്തുകൂടാനുള്ള സ്ഥലങ്ങളും ഇങ്ങനെ ഒരു ആർട്ട് ഗാലറി പോലെ ഉള്ള അതുണ്ടാവാനുള്ള സാധ്യതകളുള്ള ഒരു സ്ഥലമൊക്കെ ഇങ്ങനെ രൂപപ്പെടുത്തിയ ഒരു അത്ഭുതം വിട്ടുമാറിയിട്ടില്ല. ഞാൻ അടുത്ത കാലത്താണ് ഇപ്പോൾ ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ ഒരാളെ പറ്റിയിട്ട്. ഇത് തോന്നുന്നത് ഒളിച്ചു വെച്ചിരിക്കാന്ന് ആയിരുന്നു തോന്നുന്നത്. എന്തായാലും നന്നായി, അല്ലെങ്കിൽ ആൾക്കാർ കയറി ഇറങ്ങി കൊളാക്കും. ഇതിനൊരു പ്രൈവസിയൊക്കെ ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ്. ഫാദർ പത്രോസ് OIC അധ്യക്ഷനായി. ഗുരുവായൂർ ചുവർ ചിത്രകലാകേന്ദ്രം പ്രിൻസിപ്പൽ N നളിൻ ബാബു, ചൊവ്വനൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ചിത്ര വിനോബാജി, ഗ്രാമപഞ്ചായത്ത് അംഗം MA ഷാഫി, ഐക്യ ആർട്ട് ഫാം ഡയറക്ടർ TP ബാബുരാജ്, സെക്രട്ടറി TP ബിബുരാജ്, ട്രഷറർ ഡോക്ടർ NS അജിത്, അലേഖ്യ വിഷ്വൽ ആർട്ട് പ്രാക്ടീഷണർ TR സുനിൽലാൽ, ബീന കുമാരി, KA കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഇന്ത്യയിലെ പ്രതിഭാധനരായ കലാകാരന്മാർ വിഷയാവതരണം നടത്തുന്ന ക്യാമ്പിന് കലാചരിത്രകാരൻ പ്രൊഫസർ ശിവജി K പണിക്കരാണ് നേതൃത്വം നൽകുന്നത്. കൽക്കട്ട, ആന്ധ്ര, ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നായി 15ഓളം പേരാണ് 10 ദിവസങ്ങളിലായി നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കുന്നത്. ഐക്യ ആർട്ട് ഫാം നിരന്തരമായി നടത്തിവരുന്ന വിവിധ കലാമേഖലയിലുള്ളവർക്കായുള്ള വർക്ക്ഷോപ്പുകളുടെ ഭാഗമായാണ് ജനുവരി 3 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിൽ ദശദിന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. അരനൂറ്റാണ്ടോളമായി ഗുരുവായൂരപ്പനെ അന്നമൂട്ടാൻ അരി തയ്യാറാക്കി നൽകുന്ന ദേവസ്വം ഉരൽപുര സേവകയും തിരുവാതിരക്കളിക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്ന 84-കാരി അകമ്പടി ജാനകി അമ്മയെ ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ തറവാട് കൂട്ടായ്മ ആദരിച്ചു. ഉരൽപുരയ്ക്ക് സമീപം നടന്ന സമാദരണ സദസ്സ് ഗുരുവായൂർ ക്ഷേത്ര മൂരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് KT ശിവരാമൻ നായർ അധ്യക്ഷത വഹിച്ചു. മാതൃദക്ഷിണയും വസ്ത്രവും നൽകി. വനിതാ കൂട്ടായ്മ പ്രതിനിധികളായ നിർമ്മല നായിക്കത്ത, രാധ ശിവരാമൻ, സെക്രട്ടറി അനിൽ കള്ളാറ്റ്, ബാലൻ വാറനാട്ട്, ശ്രീധരൻ മാമ്പുഴ, രവി വട്ടരങ്ങത്ത്, V ബാലകൃഷ്ണൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നുകുളം പാറയിൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി പെരുന്നാൾ ആഘോഷം ഭക്തിനിർഭരമായി സമാപിച്ചു. വെള്ളി, ശനി ദിവസങ്ങളിലായിരുന്നു പെരുന്നാൾ ആഘോഷം. വെള്ളിയാഴ്ച വൈകിട്ട് സന്ധ്യാനമസ്കാരം, പട്ടണം ചുറ്റിയുള്ള പെരുന്നാൾ പ്രദക്ഷിണം, നേർച്ച എന്നിവയുണ്ടായി. തുടർന്ന് ഗജവീരന്മാരുടെ അകമ്പടിയോടെ ദേശക്കാരുടെ വാദ്യമേളങ്ങളുമുണ്ടായി. ശനിയാഴ്ച രാവിലെ പ്രഭാത നമസ്കാരവും വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയും ഗീവർഗീസ് ദ്വിതീയൻ ബാവയുടെ അനുസ്മരണ പ്രാർത്ഥനയും നേർച്ചയുമുണ്ടായിരുന്നു.
വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് ഫാദർ യാക്കോബ് പ്രിൻസ്, ഫാദർ ഗീവർഗീസ് മാത്യു, ഫാദർ കുര്യാക്കോസ് ജോൺസൺ എന്നിവർ കാർമ്മികരായിരുന്നു. SSLC +2 തലത്തിൽ ഉന്നത വിജയം നേടിയവർക്ക് ഫാദർ ജോസഫ് പുലിക്കോട്ടിൽ മെമ്മോറിയൽ ട്രോഫിയും ഫാദർ മത്തായി പനക്കൽ മെമ്മോറിയൽ ട്രോഫിയും നൽകി. തുടർന്ന് ഉച്ചയ്ക്ക് ആരംഭിച്ച ദേശക്കാരുടെ വാദ്യമേളങ്ങളോടുകൂടിയുള്ള പെരുന്നാൾ ആഘോഷം വൈകിട്ട് 5:30 പള്ളിയിൽ സമാപിച്ചു. കുന്നംകുളം ഭദ്രാസനത്തിലെ വൈദികരുടെ നേതൃത്വത്തിൽ പള്ളിക്ക് ചുറ്റും സമാപന പ്രദക്ഷിണവും ധൂപപ്രാർത്ഥനയും നടത്തി. നാനാജാതി മതസ്ഥരായ ആയിരങ്ങൾ പങ്കെടുത്ത പൊതുസദ്യയോടെ പെരുന്നാൾ സമാപിച്ചു. വികാരി ഫാദർ ജോസഫ് ജോസ് കെ, കൈക്കാരൻ TM വർഗീസ്, സെക്രട്ടറി P സിഞ്ചു സജിൻ എന്നിവർ നേതൃത്വം നൽകി. കിഴക്കാളൂർ വിശുദ്ധ മറിയം ത്രേസ്യ ഇടവക ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. ശനി ഞായർ ദിവസങ്ങളിലായി ഇടവക മധ്യസ്ഥയായ വിശുദ്ധ മറിയം ത്രേസ്യയുടെയും വിശുദ്ധ സെബസ്തിനോസിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും സംയുക്ത തിരുനാളാണ് ആഘോഷിക്കുന്നത്. കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ നവനാൾ തിരുകർമ്മങ്ങൾ നടന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 7 മണി മുതൽ രാത്രി 10 മണി വരെ കിഴക്കാളൂർ യൂത്ത് ഒരുക്കിയ ബാൻഡ് മേളം അരങ്ങേറി. ശനിയാഴ്ച ഇടവക സ്ഥാപക വാർഷിക ദിനത്തോടനുബന്ധിച്ച് വൈകിട്ട് 6-ന് സരിതപുരം ഇടവക വികാരി ഫാദർ തോമസ് വേലൂക്കാരൻ കാർമ്മികനായി ദിവ്യബലിയും വൈകിട്ട് 7-ന് പള്ളി അങ്കണത്തിൽ പ്രശസ്ത ഗായകർ അണിനിരക്കുന്ന ഗാനമേളയും അരങ്ങേറി. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 9-ന് ലതീഞ്ഞ നൊവേന, ദിവ്യബലി തുടങ്ങി തിരുകർമ്മങ്ങൾ നടക്കും. ആമ്പല്ലൂർ സ്പിരിച്വൽ ആനിമേഷൻ സെന്റർ ഡയറക്ടർ ഫാദർ ബിജു ജോസഫ് ആലപ്പാട്ട് മുഖ്യ കാർമ്മികനാകും. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ പൂഴിക്കുന്നേൽ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് ഭക്തിനിർഭരമായ പ്രദക്ഷിണവും ഉണ്ടാകും. വികാരി ഫാദർ ജാക്സൺ ചാലക്കൽ, കൈക്കാരന്മാരായ ബെഫിൻ അറങ്ങാശ്ശേരി, ജോയ് പാലയൂർ, ജനറൽ കൺവീനർ വിൻസെന്റ് ചുങ്കത്ത് എന്നിവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകും. രാജ്യത്തിന്റെ പ്രതിരോധ സേനയിലേക്ക് യുവതലമുറയെ നയിക്കുന്ന ഇരുമപ്പെട്ടി റീച്ച് ഫോർ ദി സ്റ്റാർസ് വിദ്യാഭ്യാസ സംരംഭത്തിന്റെ നേതൃത്വത്തിൽ 3 ദിവസത്തെ സൗജന്യ ഓഫ്ലൈൻ പരിശീലനം സംഘടിപ്പിച്ചു. കുന്നംകുളം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി ഫൊറോന പള്ളി വികാരി ഫാദർ ജോഷി ആളൂർ അധ്യക്ഷനായി. ചടങ്ങിൽ മാധ്യമപ്രവർത്തന രംഗത്ത് 25 വർഷം പൂർത്തീകരിച്ച എരുമപ്പെട്ടി പ്രസ് ക്ലബ് പ്രസിഡന്റും സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകനുമായ AM റഷീദ്, പൌരോഹിത്യത്തിൽ 25 വർഷം പൂർത്തീകരിച്ച ഫാദർ ജോഷി ആളൂർ എന്നിവരെ ആദരിച്ചു. എരുമപ്പെട്ടി ആക്സ് ഡ്രൈവർ ഷെഫീഖിന് ചടങ്ങിൽ ക്യാഷ് അവാർഡ് സമ്മാനിച്ചു. റീച്ച് ഫോർ ദി സ്റ്റാർ സ്ഥാപകനും കാർഗിൽ യുദ്ധ പങ്കാളിയും സാമൂഹിക പ്രവർത്തകനുമായ മേജർ KP ജോസഫ്, പഞ്ചായത്ത് മെമ്പർ രാജി സോമൻ, ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗം KM അഷ്റഫ്, ആക്ട്സ് ജില്ലാ കമ്മിറ്റി അംഗം KA ഫരീദ് അലി, കേണൽ റജീന എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ ജോലിയിൽ പ്രവേശിച്ച് റീച്ച് ഫോർ ദ സ്റ്റാർസ് അംഗങ്ങളായ സാന്ദ്ര, അനൂഷ്, ദേശീയ ഫെൻസിംഗ് സിൽവർ മെഡലിസ്റ്റ് മെർലിൻ എന്നിവർക്ക് സ്വീകരണം നൽകി. ഗസ്റ്റ് മെന്റർമാരായ മാനശ്രീ, പ്രവീണ, ശ്രീ മഹാദേവൻ, മേഘ രഞ്ജിനി, പ്രവീണ, യുവപ്രതിഭ മീനാക്ഷി, കോർഡിനേറ്റർമാരായ അഭയ് ഫ്രാൻസിസ്, മന്യ, ആതിര, ആൽജോ, ലയ, ഗൗരിലക്ഷ്മി, പ്രവീണ എന്നിവർ പങ്കെടുത്തു. NDA, CDS, AFCAT, MNS, OTA തുടങ്ങിയ ദേശീയ തലത്തിലുള്ള പ്രതിരോധ പ്രവേശന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന 60 വിദ്യാർത്ഥികളാണ് പ്രത്യേക പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തത്. കേരളം, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഒഡീഷ, ബീഹാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ, ഓഫ്ലൈൻ രീതികളിലൂടെ മാർഗനിർദ്ദേശവും പരീക്ഷാ പരിശീലനവും നൽകി വരുന്നുണ്ട്. എഴുത്തുപരീക്ഷാ പരിശീലനം, വ്യക്തിത്വ വികസനം, നേതൃഗുണങ്ങൾ, ആശയവിനിമയ കഴിവുകൾ, ഇന്റർവ്യൂ തയ്യാറെടുപ്പ് തുടങ്ങിയ വിഷയങ്ങൾ ഉൾപ്പെടുത്തി പരിചയസമ്പന്നരായ മുൻ സൈനിക ഉദ്യോഗസ്ഥരും വിഷയവിദഗ്ധരുമാണ് വിവിധ സെഷനുകൾ നയിച്ചത്. എല്ലാ പരിശീലനങ്ങളും പൂർണ്ണമായും സൗജന്യമായിരുന്നു. കുറേ വർഷത്തെ പ്രവർത്തനത്തിന്റെ ഭാഗമായി 6000-ഓളം പേർ പരിശീലനം ലഭ്യമായി പോയിട്ടുണ്ട് എന്നാണ് ഞാൻ അറിയുന്നത്. ഇപ്പോഴും നിരവധി സ്ഥലങ്ങളിൽ ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നു. വലിയ കേരളത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത ഒരു പുതിയ സംരംഭം ഇങ്ങനെ തുടങ്ങിയ മിസ്റ്റർ മേജർ ജോസഫിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഈ പരിശീലന പരിപാടി കൊണ്ട് നല്ല വിജയമുണ്ടാകട്ടെ, നാടിന് ഗുണമുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എരുമപ്പെട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവകയിൽ യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷം സംഘടിപ്പിച്ചു. പൊതുസമ്മേളനം ഇടവക വികാരി ബെഞ്ചമിൻ OAC കേക്ക് മുറിച്ച് കുഞ്ഞുങ്ങൾക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ഷാജി വർഗീസ്, ഇടവക കൈസ്ഥാനി ബിജു PB, സെക്രട്ടറി MM ഗിരീഷ്, യുവജന പ്രസ്ഥാനം സെക്രട്ടറി ഹാനൂക്ക്, ലിസി, പ്രിഞ്ചിത്ത് എന്നിവർ സംസാരിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി മെറി വെറെ ഈവിന് റിനു P റോയ് നേതൃത്വം നൽകി. ഇടവകാംഗങ്ങളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികൾ അരങ്ങേറി. സൺഡേ സ്കൂൾ കുട്ടികൾക്കുള്ള സമ്മാനദാനവും വിവിധ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്കുള്ള യുവജന പ്രസ്ഥാനത്തിന്റെ ആദരക്കലും നടന്നു. കൂടാതെ ദേവാലയത്തിന്റെ
ഓഡിറ്റോറിയം നിർമ്മാണം ബന്ധപ്പെട്ട് നടത്തിയ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പും വിജയികൾക്കുള്ള സമ്മാന വിതരണവും ഉണ്ടായി. ധനുമാസത്തിലെ തിരുവാതിര നാളിൽ മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും വഴിപാടുകളും നടന്നു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. വിശദാംശങ്ങളിലേക്ക്. ഗുരുവായൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ മാതൃസമിതി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. തിരുവാതിര മണ്ഡപത്തിൽ ദീപപ്രജ്വലനം, സന്ധ്യാവന്ദനം, ഉമാമഹേശ്വര പൂജ, സാംസ്കാരിക സദസ്സ്, ആദരിക്കൽ സദസ്സ്, അക്ഷരശ്ലോക സദസ്സ്, തിരുവാതിരക്കളി എന്നിവ അരങ്ങേറി. തുടർന്ന് ഊഞ്ഞാലാട്ടം, തിരുവാതിരപ്പാട്ട് മത്സരം, സംഘനൃത്തം, വറുത്തുപ്പേരി, കൂവപ്പായസം, പുഴുക്ക്, പഴം, ഉപ്പുമാവ് എന്നീ തിരുവാതിര വിഭവങ്ങളടങ്ങിയ അത്താഴവിരുന്ന്, ദശപുഷ്പം ചൂടൽ, മുക്കുറ്റിച്ചാന്ത് ചാർത്തൽ, പാതിരാപ്പൂ ചൂടൽ, തളിർവെറ്റില മുറുക്കൽ, നാമസങ്കീർത്തനങ്ങൾ എന്നീ വിവിധ ആചാരാനുഷ്ഠാന പരിപാടികൾ നടന്നു. ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികളായ ബാലചന്ദ്രൻ ചീരടത്ത്, കണ്ണൻ അയ്യപ്പത്ത്, അഡ്വക്കേറ്റ് മുള്ളത്ത് വേണുഗോപാൽ, പി ഹരീഷ്, മാതൃസമിതി ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി കോട്ടപ്പുറം മണ്ണുത്രിക്കോവ് ശിവക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം പാതിരാപ്പൂ ചൂടൽ, എട്ടങ്ങാടി നിവേദ്യം, ആർദ്രാജകരണം, ശിവസഹസ്രനാമപാരായണം, തിരുവാതിരക്കളി എന്നിവ നടന്നു. ശനിയാഴ്ച രാവിലെ ത്രികാലപൂജ, ദീപാരാധന, വാരമിരിക്കൽ, ബ്രാഹ്മണ്യ അമ്മപ്പാട്ട്, തിരുവാതിര ഊട്ട് എന്നിവ നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി വിഷ്ണുപ്രസാദ് നമ്പൂതിരി കാർമ്മികനായി. സംരക്ഷണ സമിതി പ്രസിഡന്റ് KR ഹരിദാസ് മാസ്റ്റർ, സെക്രട്ടറി KA വിജീഷ്, ട്രഷറർ PB സ്മിനീഷ്, രക്ഷാധികാരി CP സൂര്യനാരായണൻ, കോർഡിനേറ്റർ V ബാലകൃഷ്ണൻ, KR ശ്രീനിവാസൻ എന്നിവർ നേതൃത്വം നൽകി. കൂടൽമാണിക്യം ദേവസ്വം കീഴടമായ ആളൂർ പൊന്മല ശിവക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച വൈകിട്ട് പാതിരാപ്പൂവ് ചൂടൽ ചടങ്ങ് നടന്നു. വൈകിട്ട് 7-ന് കിഴക്കാളൂർ, ആളൂർ കാവിലമ്മ, വെട്ടുകാട്, ആർദ്രം, ആളൂർ, ശിവഭദ്ര എന്നീ ടീമുകളുടെ നേതൃത്വത്തിൽ ക്ഷേത്രാങ്കണത്തിൽ തിരുവാതിരക്കളി അരങ്ങേറി. ശനിയാഴ്ച പുലർച്ചെ നട തുറക്കലിന് ശേഷം വിശേഷാൽ പൂജകളും അഭിഷേകങ്ങളും നടന്നു. തിരുവാതിര പ്രമാണിച്ച് ക്ഷേത്രത്തിൽ ശ്രീപാർവതി ദേവിക്കായി പ്രത്യേകം പൂജകൾ നടന്നു. 1000 കുടം ജലധാര, ചെറുപവമാന ഹസ്മാഭിഷേകം തുടങ്ങിയ ചടങ്ങുകളും നടന്നു. ക്ഷേത്രം ശാന്തി പൂക്കോട് പ്രസാദ് നമ്പൂതിരി, കോതമംഗലത്ത് മന വാസുദേവൻ നമ്പൂതിരി, കാരക്കാട് സുധി നമ്പൂതിരി, വടക്കുംപാട്ട് നാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. തിരുവാതിരയുടെ ഭാഗമായി ക്ഷേത്രത്തിൽ നടന്ന അന്നദാനത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ ഡോക്ടർ വടക്കുംപാട്ട് നാരായണൻ മാസ്റ്റർ, MK ഹരിദാസ്, വസന്തൻ, അപ്പു ആളൂർ എന്നിവർ തിരുവാതിര ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. മണികണ്ഠേശ്വരം ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ പ്രധാന വഴിപാടുകളായ ശ്രീപാർവതി ദേവിക്ക് പട്ടും താലിയും ചാർത്തൽ, ഉമാമഹേശ്വര പൂജ എന്നിവ നടന്നു. ഗോപാലകൃഷ്ണൻ തിരുമേനി കാർമ്മികനായി. മാതൃസമിതിയുടെ നേതൃത്വത്തിൽ തിരുവാതിരക്കളി ഉണ്ടായിരുന്നു. പ്രസാദ ഊട്ടും ഒരുക്കിയിരുന്നു. ക്ഷേത്രം ചെയർമാൻ രാധാകൃഷ്ണൻ, മണിക്കുട്ടൻ, രാജൻ, സുധാകരൻ എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ബ്രഹ്മകുളം പാലക്കൽ മുത്തി ക്ഷേത്രത്തിൽ പൂരം ആഘോഷിച്ചു. പുലർച്ചെ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, പറനിറയ്ക്കൽ, ദേവിക്ക് പട്ടും താലിയും ചാർത്തൽ എന്നിവയുണ്ടായി. ഉച്ചയ്ക്ക് ഗുരുവായൂർ ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ മേളത്തിന്റെ അകമ്പടിയോടെ പൂരം എഴുന്നള്ളിച്ചു. തുടർന്ന് വിവിധ ദേശപൂരങ്ങളും ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു. 22 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കുന്നംകുളത്ത് രക്തരക്ഷസ് ഇറങ്ങി. മലയാള നാടകവേദിയിൽ ചരിത്രം സൃഷ്ടിച്ച കലാനിലയത്തിന്റെ രക്തരക്ഷസ് എന്ന നാടകത്തിന്റെ കുന്നംകുളത്തെ അവതരണത്തിന് തുടക്കമായി. കുന്നംകുളം ചെറുവത്തൂർ ഗ്രൗണ്ടിൽ സജ്ജമാക്കിയ പ്രത്യേക വേദിയിൽ AC മൊയ്തീൻ MLA നാടകാവതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർമാൻ PG ജയപ്രകാശ് എന്നിവർ മുഖ്യാതിഥികളായി. ഏരീസ് കലാനിലയം മാനേജിംഗ് ഡയറക്ടറും ക്രിയേറ്റീവ് ഡയറക്ടറുമായ അനന്തപത്മനാഭൻ, കുന്നംകുളം നഗരസഭാ കൗൺസിലർ മിഷ സെബാസ്റ്റ്യൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം പ്രേംരാജ് ചൂണ്ടലാത്ത്, കുന്നംകുളം ബ്യൂറോ ഓഫ് ആർട്സ് ആൻഡ് റീക്രിയേഷൻ സെക്രട്ടറി CK രവി തുടങ്ങിയവർ സംബന്ധിച്ചു. ആസ്വാദകരിൽ അമ്പരപ്പും അത്ഭുതവും സൃഷ്ടിച്ചുകൊണ്ട് കലാനിലയം 22 വർഷങ്ങൾക്ക് ശേഷമാണ് കുന്നംകുളത്ത് അരങ്ങൊരുക്കുന്നത്. കലാനിലയം കൃഷ്ണൻ നായരുടെ നാടക പ്രവർത്തനങ്ങൾക്ക് 90 വയസ്സ് പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് രക്തരക്ഷസ് വീണ്ടും കുന്നംകുളത്ത് അവതരണത്തിനൊരുങ്ങുന്നത്. 62 വർഷം പിന്നിടുന്ന കലാനിലയം സ്ഥിരം നാടകവേദി കഴിഞ്ഞ 52 വർഷമായി തുടർച്ചയായി ജൈത്രയാത്ര തുടരുകയാണ്. ഉള്ളടക്കത്തിലും അവതരണത്തിലും ധാരാളം പുതുമകളുമായാണ് രക്തരക്ഷസ് വീണ്ടും എത്തുന്നത്. ഏരീസ് എന്ന മൾട്ടിനാഷണൽ കമ്പനിയുമായി സഹകരിച്ച് ഏരീസ് കലാനിലയം എന്ന പേരിലാണ് ഇപ്പോൾ നാടകങ്ങൾ അവതരിപ്പിക്കുന്നത്. കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച്
ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ അരങ്ങിൽ വിസ്മയങ്ങൾ തീർക്കുകയാണ് കലാനിലയം കൃഷ്ണൻ നായരുടെ മകനായ അനന്തപത്മനാഭൻ്റെ നേതൃത്വത്തിലുള്ള സംഘം. ഞൊടിയിടയിൽ മാറിമറിയുന്ന സെറ്റിങ്ങുകൾ, വിമാനവും കാറും വെള്ളച്ചാട്ടവും ബഹുനില മന്ദിരവും മനോഹരമായ ഉദ്യാനവും പിന്നെ കാണികളുടെ ചോര തണുത്തുറഞ്ഞു പോകുന്ന വിധത്തിൽ നിമിഷനേരം കൊണ്ട് പ്രത്യക്ഷപ്പെടുന്ന അതിഭീകരരൂപിണിയായ രക്ഷസിൻ്റെ രംഗപ്രവേശവും പ്രേക്ഷകരെ കോരിത്തെരിപ്പിക്കുന്ന പുതിയ ദൃശ്യാനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. ജനപ്രീതിയുടെ ഉയരങ്ങളിൽ കൊണ്ടെത്തിക്കുന്ന ഈ നാടകം മികച്ച കാഴ്ചാനുഭവമാണ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത്. ലോകനാടക ചരിത്രത്തിൽ ഒരുപക്ഷെ ഒരു നാടകത്തിന് രണ്ടാം ഭാഗം ഉണ്ടാകാൻ പോകുന്നത് കലാനിലയത്തിൻ്റെ രക്തരക്ഷസിൽ കൂടിയായിരിക്കാം. ഇപ്പോൾ അവതരിപ്പിക്കുന്ന രക്തരക്ഷസ് ചാപ്റ്റർ 1ൻ്റെ രണ്ടാം ഭാഗമായ ചാപ്റ്റർ 2 അധികം വൈകാതെ തന്നെ അരങ്ങിലെത്തിക്കാനും പദ്ധതിയുള്ളതായി അനന്തപത്മനാഭൻ അറിയിച്ചു. 10,000 ചതുരശ്ര അടിയിൽ ശീതീകരിച്ച ഓഡിറ്റോറിയത്തിലാണ് നാടകാവതരണം നടക്കുന്നത്. 500, 400, 200 എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്കുകൾ. 500ൻ്റേത് പുഷ്ബാക്ക് സീറ്റുകളാണ്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 വരെ കലാനിലയം ഓഫീസിൽ നിന്നും സീറ്റുകൾ ബുക്ക് ചെയ്യാം. ഓൺലൈനായി ടിക്കറ്റുകൾ www.ariskalaanilayam.com ബുക്ക് ചെയ്യാവുന്നതാണ്. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 6 മണിക്കും 9 മണിക്കും 2 അവതരണങ്ങൾ. ശനി, ഞായർ ദിവസങ്ങളിൽ 2 മണിക്ക് മാറ്റിനിയും ഉണ്ടാകുമെന്നും അനന്തപത്മനാഭൻ അറിയിച്ചു. ചാലിശ്ശേരി GCC അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ പാലക്കാട് ജില്ലാ യൂത്ത് ലീഗ് പട്ടാമ്പി സോണൽ ഫുട്ബോൾ ടൂർണമെന്റ് പെരിങ്ങോട് ഹൈസ്കൂൾ മൈതാനത്ത് വെള്ളിയാഴ്ച ആരംഭിച്ചു. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അംഗീകാരം ലഭിച്ച ചാലിശ്ശേരി GCC അക്കാദമിയാണ് കേരള ഫുട്ബോൾ അസോസിയേഷന് കീഴിൽ പാലക്കാട് യൂത്ത് ലീഗ് അണ്ടർ 15, അണ്ടർ 17 വിഭാഗങ്ങളിലായി പട്ടാമ്പി സോണൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. 5 ദിവസങ്ങളിലായാണ് മത്സരം. വെള്ളി, ശനി ദിവസങ്ങളിലായി ആദ്യഘട്ട മത്സരം നടന്നു. ബാക്കിയുള്ള മത്സരങ്ങൾ ജനുവരി 4, 10, 11 തീയതികളിൽ നടക്കും. തൃത്താല മേഖലയിൽ KFAയുടെ കീഴിൽ ആദ്യമായാണ് പാലക്കാട് ജില്ലാ യൂത്ത് 11s ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നത്. ഫുട്ബോൾ മേള തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ TP നിഷ അധ്യക്ഷയായി. GCC ഫുട്ബോൾ അക്കാദമി ടെക്നിക്കൽ ഡയറക്ടറും കേരള പോലീസ് ടീം ക്യാപ്റ്റനുമായ അമ്പാടി ശ്രീരാഗ് വിശദീകരണം നടത്തി. GCCക്ക് ലഭിച്ച ഓൾ ഇന്ത്യ ഫുട്ബോൾ അസോസിയേഷൻ അംഗീകാരം പുതുതലമുറയിലെ കായിക താരങ്ങൾക്ക് ഗുണകരമാണെന്ന് ശ്രീരാഗ് CCTVയോട് പറഞ്ഞു. ഇത്തരം ടൂർണമെൻറ്റുകൾ നമ്മുടെ നാട്ടിൽ വരുന്തോറും നമ്മളുടെ കുട്ടികൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകളാണ് തുറന്നു കാട്ടുന്നത്. നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് തൃത്താല ഏരിയയിലുള്ള കുട്ടികൾ നമ്മൾ പാലക്കാട് 2 മണിക്കൂർ യാത്ര ചെയ്ത് സെലക്ഷൻ ട്രയൽസിനുള്ള ടൂർണമെൻറ്റുകൾ പങ്കെടുക്കുന്ന ഒരു അവസ്ഥയാണ് മുന്നേ ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ നമ്മളിവിടെ നടത്തുമ്പോൾ അല്ലെങ്കിൽ സോണൽ മാച്ചുകളായി നടത്തുമ്പോൾ അത് നമുക്ക് അതിൻ്റെ അത്രയും ട്രാവൽ ചെയ്യേണ്ടതിൻ്റെയും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് കുറയും. നമ്മളെ കുട്ടികളെ എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിക്കാനുള്ള ഒരു അവസരങ്ങളോട് നമുക്കിത് കൂടെ കിട്ടുകയാണ്. അതിന് ആദ്യം നമുക്ക് പാലക്കാട് DFAയോടാണ് അതിന് നന്ദി പറയേണ്ടത്. DFA ആണ് നമ്മൾക്ക് ഇവിടുന്ന് അംഗീകാരം കിട്ടി. ഇവിടുത്തെ ഈ ഏരിയയിലുള്ള ക്ലബ്ബുകളുടെ എണ്ണം 2, 3, 4 ആയത് കാരണം DFA ആണ് നമുക്ക് ഈ ഒരു അവസരം തന്നത്. അതുകൊണ്ട് DFAക്ക് എൻ്റെ നന്ദി അറിയിക്കുന്നു. ചടങ്ങിൽ അക്കാദമിയുടെ ജേഴ്സിയുടെ പ്രകാശനവും ഉണ്ടായി. ജില്ലാ പഞ്ചായത്ത് അംഗം TK സുനിൽകുമാർ, ബ്ലോക്ക് മെമ്പർ ഹുസൈൻ പുളിയഞ്ഞാലിൽ, രക്ഷാധികാരി ബാബു നാസർ, DFA എക്സിക്യൂട്ടീവ് മെമ്പർമാരായ സദർ, അബ്ദുസലാം, കായികാധ്യാപകൻ സാജൻ, ഈവനിംഗ് പെരിങ്ങോട് പ്രസിഡന്റ് സേതുമാധവൻ, നാഗലശ്ശേരി പഞ്ചായത്ത് അംഗങ്ങളായ അരുൺകുമാർ, നിഷ ദിലീപ്, ജ്യോതി, ക്ലബ് സെക്രട്ടറി ജിജു ജേക്കബ്, ട്രഷറർ AM ഇക്ബാൽ എന്നിവർ സംസാരിച്ചു. GCC ക്ലബ് പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത് സ്വാഗതവും വൈസ് പ്രസിഡന്റ് CV മണികണ്ഠൻ നന്ദിയും പറഞ്ഞു. പെരുമ്പിലാവ് അൻസാർ സ്കൂളിൽ 5000 രക്ഷിതാക്കളുടെ മെഗാ കാർണിവൽ സാംസ്കാരിക സമ്മേളനം ചിത്രം വരച്ച് അജയൻ ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. രക്ഷിതാക്കളുടെ കഴിവുകളും സൃഷ്ടിപരമായ ആശയങ്ങളും സമൂഹത്തിനു മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഒരു വേദിയായി കാർണിവൽ മാറിയതായി അദ്ദേഹം പറഞ്ഞു. അൻസാർ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഷൈനി ഹംസ, PTSC ചീഫ് മെന്റർ നൂറുൽ ഹക്ക്, അസിസ്റ്റന്റ് മെന്റർ അസീന മുനീർ എന്നിവർ സംസാരിച്ചു. കാർണിവലിൽ രക്ഷിതാക്കൾ പങ്കെടുക്കുന്ന പാചക മത്സരത്തിൽ സെലിബ്രിറ്റി ഷെഫ് തസ്നി ഷബീർ മുഖ്യ വിധികർത്താവായി. ഇന്ററാക്റ്റീവ് ഗെയിംസും കുട്ടികളുടെ കലാപരിപാടികളും മറ്റ് വിനോദോപാധികളും കാർണിവലിന് മാറ്റുകൂട്ടി. വിനോദത്തോടൊപ്പം വിജ്ഞാനവും പകരുന്നതിനായി അക്വാപോണിക്സ്, പേഴ്സണൽ ബ്രാൻഡിംഗ്, കരിയർ ഗൈഡൻസ്, പബ്ലിക് സ്പീക്കിംഗ്, ദന്തശുചിത്വം തുടങ്ങി നിരവധി വിഷയങ്ങളിൽ
പ്രമുഖർ നയിച്ച ക്ലാസുകളും ഉണ്ടായി. IPHന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പുസ്തകമേളയും ഉണ്ടായിരുന്നു. ആരോഗ്യരംഗത്തെ വിവിധ സ്ഥാപനങ്ങൾ നടത്തുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പും കാർണിവലിന്റെ പ്രധാന ആകർഷണങ്ങളായി മാറി. കാർണിവലിന്റെ സമാപന സമ്മേളനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് മുഖ്യാതിഥിയാകും. വിവിധ സെഷനുകളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. കടവല്ലൂർ കല്ലുംപുറം ക്രിസ്ത്യൻ കോപ്പറേറ്റീവ് ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ അക്കിക്കാവ് ദീനബന്ധു മിഷൻ നടത്തുന്ന സ്നേഹമന്നയുമായി സഹകരിച്ച് കുന്നംകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പ്രഭാത ഭക്ഷണം വിതരണം ചെയ്തു. KCCF റിലീഫ് മിഷൻ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തികളുടെ ഭാഗമായിട്ടായിരുന്നു ഭക്ഷണ വിതരണം. റിലീഫ് മിഷന്റെ ആഭിമുഖ്യത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രോഗികൾക്ക് വീടുകളിൽ മരുന്നെത്തിച്ചു നൽകൽ, അനാഥ മന്ദിര സന്ദർശനം, തൃശൂർ മെഡിക്കൽ കോളേജ് ക്യാൻസർ വാർഡിൽ ധനസഹായം, രോഗി ഭരണത്തിനുള്ള ഉപകരണങ്ങൾ, വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ എന്നിവയുടെ വിതരണം എന്നിവയെല്ലാം നടത്തി വരുന്നുണ്ട്. ഭക്ഷണ വിതരണത്തിന് പ്രസിഡന്റ് റെന്നി ചെറുവത്തൂർ, ജനറൽ സെക്രട്ടറി സിജു ചുമാർ, റിലീഫ് മിഷൻ കൺവീനർ ജോസ് വൈദ്യർ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ദീനബന്ധു മിഷൻ ഡയറക്ടർ ഫാദർ ലിനു ജോർജ് എന്നിവർ നേതൃത്വം നൽകി. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 12,450 രൂപ, സ്വർണം പവന് 99,600 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 243 രൂപ. ചർമ്മം ഞമനേങ്ങാട് വടാശ്ശേരി പരേതനായ അപ്പുണ്ണി മകൻ സുരേന്ദ്രൻ നിര്യാതനായി 86 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. തങ്കഭാര്യയും സജിത്ത്, ഷീജ, ഷിജിത്ത് എന്നിവർ മക്കളുമാണ്. വയലത്തൂർ നായരങ്ങാടി കൊള്ളന്നൂർ ജോണി മകൻ മോഹൻ നിര്യാതനായി 63 വയസ്സായിരുന്നു. റാബിറ്റി വെഹിക്കിൾസ് പാർട്ണറായ പരേതൻ വടക്കേക്കാട് സഹകരണ ബാങ്ക് പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹി എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാരം ഞായറാഴ്ച രാവിലെ 8:30 വയലത്തൂർ സെന്റ് സിരക് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. ഡെയ്സി ഭാര്യയും ഡയാന ഡാനിയൽ, ഡലീല എന്നിവർ മക്കളുമാണ്. കുന്നംകുളം ചെറളയം വളപ്പകത്ത് പാപ്പച്ചൻ മകൻ ഹാപ്പി നിര്യാതനായി 63 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. ലീനയാണ് ഭാര്യ. ഹണി, സിനി, ബിനി എന്നിവർ മക്കളാണ്. കടപ്പുറം തൊട്ടാപ്പ് അക്ഷയ റോഡിൽ പരേതനായ ചാലിൽ അബ്ദുള്ളക്കുട്ടി ഭാര്യ പാത്തുമോൾ നിര്യാതയായി 80 വയസ്സായിരുന്നു. റസാഖ്, റഷീദ്, മൈമുന, ഫാത്തിമ എന്നിവർ മക്കളാണ്. ഖബറടക്കം ഉപ്പാപ്പ പള്ളി ഖബർസ്ഥാനിൽ നടന്നു. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. കോഴ വിവാദം. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് നടന്ന കോൺഗ്രസ് മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി. സമരക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അന്വേഷണം അട്ടിമറിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. കുന്നംകുളം ചൊവ്വന്നൂരിൽ ഗെയിൽ പാചകവാതക വിതരണ കേന്ദ്രത്തിൽ നിന്നും വാതക ചോർച്ചയെന്ന ആശങ്ക. പ്രതിഷേധവുമായി നാട്ടുകാർ. പ്രശ്നപരിഹാരത്തിനായി കുന്നംകുളത്ത് അടിയന്തര യോഗം ചേർന്നു. ചൊവ്വന്നൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDFനെ പരാജയപ്പെടുത്താൻ UDF നടത്തിയ അവിശുദ്ധ രാഷ്ട്രീയ സഖ്യത്തിനെതിരെ ജനാധിപത്യ മതേതര വിശ്വാസികൾ അണിനിരത്തി പ്രതിഷേധിക്കുമെന്ന് CPM. നാളെ ചൊവ്വന്നൂരിൽ രാഷ്ട്രീയ പ്രചരണ ജാഥ. കുന്നംകുളം നഗരസഭയിലും കാട്ടകാമ്പാൽ ചൂണ്ടൽ പഞ്ചായത്തുകളിലും UDF അവിശുദ്ധ സഖ്യം ഉണ്ടാക്കിയെന്നും CPM. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.